ഈ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിനീൻ ദേശത്തു നിന്നുമൊക്കെ ആൾക്കാർ വരുന്ന ഒരു കാര്യം, അവർ വരാൻ വേണ്ടി വലിയ പെരുവഴികൾ, നാഷണൽ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇന്ന് ലോകരാജ്യങ്ങൾ ഏതോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാം ആളുകൾ നോക്കിയും അവരുടെ ഇമാം മഹദി വന്ന അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നവർ വിശ്വസിക്കുന്നു. അതും കുറേയെല്ലാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അവരുടെ ആയത്തുകളും എല്ലാം വെച്ച് അവരാഗ്രഹിക്കുകയാണ് ഇമാം മഹദി അവരുടെ രക്ഷകനായിട്ട് വരും. അങ്ങനെ വന്ന് അവർക്ക് മുഴു ലോകവും സ്വാധീനപ്പെടുത്തി ഏകലോക ദൈവത്തിൻ്റെ ഭരണം വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ പോയിൻ്റ് നല്ലതാണ്. യഹൂദരാണെങ്കിൽ മശിഹ വന്നിട്ടില്ല, ഇനി വരും. മശിഹ വന്ന് തങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തരും, ഭൂമിയിൽ സമാധാന രാജ്യം സ്ഥാപിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ക്രിസ്തീയ മാർഗവും യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവിനെയും പരസ്യവരവിനെയും വിശ്വസിക്കുന്നവരാണ്. കർത്താവായ യേശു തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമെന്നുള്ളൊരു സത്യം നമുക്കറിയാം. എന്നാൽ അതിനുശേഷം ഈ ഭൂമിയെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി 1000 വർഷഭരണത്തിന് വേണ്ടി യേശുവും തൻ്റെ വിശുദ്ധന്മാരുമായി ഒരുമലയിൽ വരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ മതവും, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശശി തരൂർ കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇവർ അബ്രഹാമിൻ്റെ സന്തതികൾ സഹോദരി സഹോദരങ്ങളാണെന്നാണ്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്നതിൽ രണ്ടുണ്ട്. വെറും ജഡികരായി അല്ലെങ്കിൽ ജഡബന്ധത്തിൽ ജനിച്ച അബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം അംഗീകരിക്കുന്നില്ല. അത് യഹൂദനായാലും ക്രിസ്തുമതക്കാരായാലും ഇസ്ലാം മതത്തെയും നമുക്കത് സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം യേശു തന്നെ പറഞ്ഞു, ഇവൾ അബ്രഹാമിൻ്റെ മകൾ. ഒരു രക്തസ്രാവമുള്ളൊരു സ്ത്രീ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൾ വിശ്വാസത്താൽ, കാരണം രക്തസ്രാവമുള്ള സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്നാണ് യഹൂദൻ്റെ പ്രമാണം. ആ പ്രമാണത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഹൈന്ദവ മതത്തിലും ഈ ശബരിമലയിലൊക്കെ ഇത്ര വയസ്സ് വരെയുള്ള സ്ത്രീകൾ പ്രവേശിക്കരുത്. അത് ഈ മെൻസെഷനെ ബേസ് ചെയ്തുള്ളൊരു വിഷയമാണ്. അതിൽ അവർ തന്നെ പറയുന്നത് ലേവ്യ പുസ്തകത്തിൽ നിന്നാണ് ഇന്ത്യയുടെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നൊരു സന്യാസി ആചാര്യൻ ഒരു ചാനൽ ചർച്ച പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ പറഞ്ഞ 3 ഗ്രൂപ്പുകളും അവർ വിശ്വസിക്കുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ സന്തതി, ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കേണ്ട 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സഖയ്യാവിൻ്റെ വീട്ടിൽ യേശു ചെല്ലുമ്പോൾ അവൻ പാപിയും ദോഷിയും സമൂഹത്തിൽ അന്യപ്പെട്ടവനുമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവിടെ വെച്ച് യേശു ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നു. അപ്പോൾ ഇവരെല്ലാം ഈ രക്തസ്രാവമുള്ള സ്ത്രീ പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാത്ത കാലത്തിൽ എങ്ങനെ അവൾ പുറത്തിറങ്ങി? യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. ആ വിശ്വാസത്താലാണ് അവൾ അബ്രഹാമിൻ്റെ മകളെന്ന് യേശു വിളിക്കുന്നത്. പക്ഷേ യഹൂദന്മാർ വീമ്പടിച്ചു. ഇസ്രായേൽ യഹൂദന്മാരും പ്രമാണിമാരും യേശുവിൻ്റെ അടുത്ത് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോൾ യേശു പറയും, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. കാരണം എന്താ? നിങ്ങൾ ഈ അഹങ്കാരം പറയുകയും ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യും. പെന്തിക്കോസുകാരൻ ശ്രദ്ധിച്ചോണം. പെന്തിക്കോസിൻ്റെ ലേബലിൽ ജീവിച്ചുകൊണ്ട് കാര്യമാകുന്നില്ല. അകത്ത് ആ വിശ്വാസം അനുഭവം ഇല്ലെങ്കിൽ ന്യായവിധിക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് അവർ വിശ്വസിച്ചില്ല. അവനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. ക്രൂശിക്കുക മാത്രമല്ല, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്നവർ പ്രഖ്യാപിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ പ്രവൃത്തി ദോഷം. അപ്പോൾ ആര് തന്നെ ആയിരുന്നാലും ശരി, പ്രവൃത്തിയാലാണ് ദൈവത്തെ നീതീകരിക്കേണ്ടത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം പിതാവ് ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം നമ്മെ പോലെ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരനാണ്. പിഴവ് പറ്റിയിട്ടുണ്ട്, തനിക്കും ചില പിഴവെല്ലാം പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവൻ ആശയ്ക്ക് വിരോധമായ ആശയോട് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് വിശ്വാസത്തിൻ്റെ മകനായും പിന്നീട് പിതാവായും മാറിയത്. അപ്പോൾ ശരിയായി വിശ്വസിക്കുന്നവരാണ് അബ്രഹാമിൻ്റെ മക്കൾ. അത് ഇസ്ലാമിലായാലും ക്രൈസ്തവ മതത്തിലായാലും ഹൈന്ദവ മതത്തിലായാലും ശരി, യഹൂദ മതത്തിലും ദൈവത്തിന്മേലുള്ള വിശ്വാസം
പ്രത്യേകിച്ച് രക്ഷകനായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. ആരും ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവാകുന്ന ദൈവം മനുഷ്യനെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ജഡത്തിൽ അവതരിച്ചത് യേശു ക്രിസ്തുവാണ്. വചനം ജഡമായി മാറി. അപ്പോൾ ഈ 3 കൂട്ടരും യേശു ക്രിസ്തുവിനെ ഒരു വിധത്തിൽ അവർ അംഗീകരിക്കുന്നു. മശിഹ അംഗീകരിക്കുന്നുണ്ട്. മശിഹയുടെ വരവിനെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നു. മശിഹ വന്നെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണമെന്നുള്ളത് 3-ാം ദിവസം ഉയർക്കും എന്നുള്ളതായ സത്യം യഥാർത്ഥമായിട്ട് ബൈബിളിൽ പറയുന്നു. ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യഹൂദന്മാർ വിശ്വസിച്ചില്ല. യഹൂദന്മാർ ഇപ്പോഴും യേശു ക്രിസ്തു വന്നത് കാഫറാന്നാണ് പറയുന്നത്. കള്ളനാണ്, വഞ്ചകൻ, ചതിയൻ എന്നാണ് യഹൂദന്മാരുടെ ഇടയിൽ ഇപ്പോഴും അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഹൂദന്മാരിൽ ഒരു ചെറിയ ഗ്രൂപ്പ് വിശ്വാസികൾ ഇപ്പോഴും ഇസ്രായേൽ ദേശത്തുണ്ട്. ക്രിസ്തീയ വിശ്വാസികളായിട്ട് അവരുണ്ട്. ഇസ്ലാം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്. ഈസാ നബി, ചിലർ പേരിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നെങ്കിലും അവർ നമുക്കറിയാം 7-ാം നൂറ്റാണ്ടിലാണ് 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം ഉണ്ടായത്. AD 576 മുഹമ്മദ് നബിയുടെ കാലഘട്ടങ്ങളിൽ ആ സമയത്താണ് ഇസ്ലാം ആരംഭിക്കുന്നത് തന്നെ. അതിനുമുമ്പ് അറബികളായിരുന്നു. ഇപ്പോൾ കുറേഷ്യക്കാരനായ ഈ ഇസ്ലാം മുഹമ്മദ് നബി ഒരു വ്യാപാരിയായി നമുക്കറിയാം, ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വ്യാപാരങ്ങളിൽ പോയപ്പോൾ തനിക്ക് മനസ്സിൽ ലഭിച്ചതായ അല്ലെങ്കിൽ തോന്നിയതായ ചില കാര്യങ്ങളൊക്കെ എഴുതി അത് പിന്നീട് പലരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി പിന്നെ അവിടുന്ന് ഇവിടുന്ന് ബൈബിളിൽ നിന്നും അതിൽ നിന്നെല്ലാം എടുത്ത് ഉണ്ടാക്കിയൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അതിനകത്ത് യോജിക്കാൻ സാധിക്കാവരും. ഇപ്പോൾ ഇമാം മഹദി, അവർ ഇമാം മഹദി എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത് വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നബി ഒരു ബുറാഖ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് മക്കയിൽ നിന്നൊരു ചാട്ടം ചാടി യെരുശലേമിൽ ചെന്നു. യെരുശലേമിൽ നിന്ന് കുതിരയിൽ ബുറാഖ് കുതിരയിൽ സ്വർഗാരോഹണം ചെയ്യുന്നതാണ് അവരുടെ വിശ്വാസം. അതൊക്കെ ഈ പല ചർച്ചകളൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമ്മളെന്ത് ആയിക്കോട്ടെ, നമ്മളാരെയും വിമർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ വിശ്വസിക്കുന്നു അങ്ങനെ. അതുകൊണ്ടാണ് യെരുശലേമിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നോക്കണം, യെരുശലേം ഇസ്രായേലിൻ്റെ സൊലോമോൻ കാലത്ത് പണിത അല്ലെങ്കിൽ മോരിയ മല എന്ന് പറയുന്നത് ഇസ്ഹാക്കിനെ യാഗം കഴിച്ച സ്ഥലമാണ്. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ യാഗത്തോടു കൂടിയാണ് അബ്രഹാമിനെ ദൈവം പിതാവാക്കി അംഗീകരിച്ചത്. യാഗം കഴിച്ചില്ല, കഴിക്കുന്ന സ്റ്റേജ് വരെ വന്നു. അതിൻ്റെ അർത്ഥം അവൻ്റെ വിശ്വാസം ഭയങ്കരമായിരുന്നു. താൻ ഏറ്റവും സ്നേഹിച്ചവനെ യാഗമാക്കി കൊടുക്കുന്ന ഒരു തിയറി അവിടെ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹത്തിൻ്റെയും പ്രതികരണം അവൻ ഏറ്റവും സ്നേഹിക്കുന്നതിനെ യാഗമായി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് യേശു പറഞ്ഞത്, എന്നെക്കാൾ അധികമായി നിങ്ങൾ മറ്റൊന്നിനെയും. അപ്പോൾ അവിടം വരെ എത്തിയെങ്കിലേ ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത പെന്തിക്കോസുകാരായ പാസ്റ്ററായ ഞാനും പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇതിനകത്തുനിന്ന് കുറേ അനുഭവങ്ങളൊക്കെ പ്രാപിച്ചതിന് ശേഷം ജീവൻ കൊടുക്കേണ്ട സമയം വരുമ്പോൾ പിന്മാറിപ്പോയാൽ ആ അബ്രഹാമിൻ്റെ സന്തതി വിളിക്കപ്പെടാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത നബിയുടെ ഒരു വിശ്വാസം അവർ പുലർത്തി വരുന്നു. അതിങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒന്ന് മക്കയിൽ നിന്ന് കുതിരപ്പുറത്ത് ഒരു ചാട്ടം ചാടി യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിൽ നിന്ന് ഈ കുതിരപ്പുറത്ത് സ്വർഗാരോഹണം ചെയ്തു. അതൊരു വിശ്വസിക്കട്ടെ, ആർക്കും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം തമ്മിൽ ഗുസ്തി പിടിക്കാതെ അവനവൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കും. ഏതായാലും കടവുളൊന്നല്ലേ ഉള്ളൂ, ആണ്ടവരൊന്നല്ലേ ഉള്ളൂ. പരമേശ്വരൻ എന്ന് പറഞ്ഞ ഹിന്ദിയിലും കടവുളെന്ന് പറയുന്നതും സ്വാമി എന്ന് പറയുന്നതും അയ്യനെ, നമ്മുടെ പാട്ടിലില്ലേ അയ്യനെ എന്ന്, ഇല്ലയോ? ഈ അടുത്ത സമയത്ത് സുരേഷ് ഗോപി അയ്യനെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വിശ്വാസി അയ്യനെ എന്ന് പറഞ്ഞു, വേറെ വിശ്വാസി അയ്യനെ നമ്മൾ പറയത്തില്ലെന്ന് പറഞ്ഞു. ഒരു പാട്ടുണ്ടല്ലോ അയ്യനെ എന്ന് പറഞ്ഞ് ഫാസ്റ്റ് ബോയുടെ ഒരു പാട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വാക്കിൻ്റെ പല പര്യായങ്ങളാണ്. ഏതൊരു ഭാഷയിലും 12 പര്യായങ്ങൾ വരെ മിനിമം വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ സംസ്കൃതത്തിലായാലും തമിഴിലായാലും മലയാളത്തിലായാലും കന്നഡയിലായാലും ഇതിൽ 3 എണ്ണമെങ്കിലും എല്ലാത്തിലും ഉണ്ട്. എല്ലാ ഭാഷയിലും 3 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഷയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ പോകരുത്. ശരി, അങ്ങനെയുള്ള യെരുശലേമിനാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചൊരു വലിയ യുദ്ധം ഉണ്ടാകാൻ പോകുന്നത്. യെരുശലേമിനെ ആര് പിടിക്കും? അപ്പോൾ ഇവർ ഇമാം മഹദി വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു, അവൻ സാമ്രാജ്യങ്ങളെ കീഴടക്കുന്നു എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ ആ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഇമാം മഹദി എന്ന് പറഞ്ഞാൽ ശക്തിമാൻ, സൂപ്പർമാൻ. അപ്പോൾ ആ ഇമാം വാഗ്ദത്തം ചെയ്ത അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകൻ, ആ മഹദി ഒന്ന്
ഈ പറഞ്ഞ മുഴു ലോകവും ഇസ്ലാമിന് അധീനമായി കൊടുക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ സമാധാനം വീണ്ടും സ്ഥാപിച്ച് 1000 വർഷം വാഴുമെന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. യഹൂദന്മാരും അവരും വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ. എന്നാൽ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവർ തമ്മിത്തല്ലിയാണോ ഇത് സ്ഥാപിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ തമ്മിത്തല്ല് ഉണ്ടാകുന്നതിന് കാരണം? ഇനി ഈ തമ്മിത്തല്ല് കൂടും. 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് ഇത് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ 3-ാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു വലിയ സംഭവം ലോകത്തിലുണ്ടാകും. ഉദാഹരണം പറയുന്നത്, വ്യാപാര സംഘടനകൾ ശക്തിപ്പെടുന്ന കാലമാണ്. ഗവൺമെൻറ്റിനേക്കാൾ വ്യാപാരികൾ ശക്തിയുള്ളവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരികൾ വിചാരിച്ചാൽ രാജ്യം സ്തംഭിപ്പിച്ചു കളയും. ഇപ്പോൾ കുമളിയിലെ വ്യാപാരികൾ ഒന്ന് ഇറങ്ങിയാൽ കുമളി സ്തംഭിക്കും. അതുപോലെ ശക്തരായി തീർന്നു വ്യാപാരികൾ. അതുകൊണ്ടാണ് അദാനി, അംബാനി, യൂസഫ് അലി അല്ലെങ്കിൽ മറ്റ് പല വ്യാപാര വ്യവസായികളും ഇന്ന് ഗവൺമെൻറ്റിനെ പോലും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവരായി തീർന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവനും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. പണ്ട് EEC, യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന അവർ സ്ഥാപിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ സാമ്പത്തികമായിട്ട് ഏകീകരണത്തിൽ, അങ്ങനെയാണ് യൂറോ കറൻസി എല്ലാം വന്നത്. ഇതിപ്പോൾ അവനൊരു കോറിഡോർ തുറന്നിരിക്കുകയാണ്. ഇസ്രായേൽ യെരുശലേമിനോട് ബന്ധപ്പെട്ട് മുഴു ലോകത്തെയും ഒരു ഏകീകൃത വ്യാപാര ശൃംഖലകൾ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ആമസോൺ, മറ്റ് പല ഡെലിവറി കമ്പനികളും എല്ലാം അതിനകത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതൊരു സാധനം നമുക്ക് ലോകത്തിൽ നമുക്കിവിടുന്ന് ഒരു ഓർഡർ കൊടുത്താൽ മതി, ഇവിടെ വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെ ഒരു വ്യാപാര കേന്ദ്രങ്ങൾ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇനി വരാൻ പോകുന്ന ഏകലോക ഗവൺമെൻറ്റിൻ്റെ എതിർക്രിസ്തു എന്ന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവൻ്റെ സാമ്രാജ്യത്തെ ലോകത്തിലേക്ക് വരാൻ. അപ്പോൾ എൻ്റർ ചെയ്യണ്ടേ? അതിൻ്റെ മുഖാന്തരം വേണം. പ്രിയ ഇസ്ലാം, ക്രിസ്തീയ, യഹൂദ, ഹിന്ദു സഹോദരങ്ങളെ, നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ കാണുന്നത് പോലെയല്ല സാമ്രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1995 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 കറൻസി, 1 വേൾഡ്, പിന്നെ ഈ പറഞ്ഞ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ഇതെല്ലാം ചേർന്ന് ഒന്നായി വരുന്ന ഒരു സമയം വരികയാണ്. നിങ്ങൾ ഈ എലിമിനേറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലയോ? എലിമിനേറ്റുകൾ, അതായത് അവരുടെ പോളിസി തന്നെ ഈ ദാനിയേൽ പുസ്തകം വായിച്ചു 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. ദാനിയേൽ 7:8 വായിക്കുമ്പോൾ ഈ സാമ്രാജ്യങ്ങൾ, അതായത് റോമൻ സാമ്രാജ്യങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ഒരു കൊമ്പിൽ ഒരു കണ്ണുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോട് പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ, മനുഷ്യന്റെ കണ്ണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, എലിമിനേറ്റ് ഈ വിഷയങ്ങളൊക്കെ വരികയും സിനിമാ ലോകം, ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും ഈ കണ്ണിനെ വലിയ പ്രദർശിപ്പിച്ചിരുന്നു, കൊമ്പിലുണ്ടാകുന്ന കണ്ണ്. അതിന്ന് ആഗോളടിസ്ഥാനത്തിൽ വലിയ എംബ്ലമായിട്ട് മാറിയിരിക്കുകയാണ്. കൊമ്പതിനെ കാണിക്കുക, പവർ, കണ്ണ്, വിസ്റ്റം. അപ്പോൾ ലോകത്തിലെ എല്ലാ ജ്ഞാനം അധികരിച്ചുകൊണ്ട് ഒരു മനുഷ്യനിൽ അത്ഭുതപ്പെടുമാറ് ഒരു ജ്ഞാനസമ്പൂർണനായ ഒരു മനുഷ്യൻ ലോകത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അവൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ ലോകം മുട്ടുമടക്കും. ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ ക്രിസ്തീയ മതക്കാർ പോലും അവനെ അംഗീകരിക്കാൻ പോവുക. പെന്തിക്കോസ്തുകാരിൽ പോലും നല്ല ശതമാനവും ഈ പറഞ്ഞ സാമ്രാജ്യത്തോട് അവർ ഐക്യപ്പെടാൻ പോവുകയാണ്. അത് വളരെ സത്യമായൊരു കാര്യം. അതുകൊണ്ട് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഇവിടെ കിടന്ന് അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. സാമ്രാജ്യ ശക്തികൾ അവരെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. താമസം വിന അവനെ എൻട്രി ചെയ്യണം. ഈ കൊമ്പിലുണ്ടാകുന്ന കണ്ണ്. കൊമ്പ് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം 5:6 4:5 വായിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിന് 7 കൊമ്പും 7 കണ്ണും ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വായിച്ചു വെളിപ്പാട് പുസ്തകം 5:6 4:5. ഒരു കുഞ്ഞാടിന് കണ്ടേൻ 7 കൊമ്പ്. നോക്കണം, അതിന് 7 കൊമ്പും 7 കണ്ണുകളെ. എന്താണ് ഈ 7 കൊമ്പും 7 കണ്ണെന്ന് പറയുന്നത്? അത് പെർഫെക്ഷൻ. 7 എന്ന് പറഞ്ഞ് പെർഫെക്ഷനാണ്. 7 കൊമ്പെന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല ജ്ഞാനവും സമ്പൂർണ്ണമായിരുന്നു. അവനിൽ സർവശക്തിയും. അപ്പോൾ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ഒംനിഷ്യൻസ്, ഒമിനിപൊട്ടൻസ്, ഒമിനിപ്രസൻസ്, ഈ 3 അനുഭവങ്ങളും ക്രിസ്തുവിൽ ഏകീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ തേജസ്സിൻ്റെ പ്രഭയും
തത്വത്തിൻ്റെ മുദ്രയും അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന കൊലോസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വിപരീതമായി എതിരായിട്ട് മറ്റൊരു ശക്തി വരുന്നതാണ് ഈ പറഞ്ഞ കുമ്പ്. ഇത് നമുക്കറിയാം, ദാനിയേലിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ BC 600 കാലയളവാണ്. അതായത് ഇന്നത്തേക്ക് 2600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം. ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ സാമ്രാജ്യങ്ങളെക്കുറിച്ചും ഈ ദാനിയേൽ 7-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ കൃത്യമായി വായിച്ചാൽ, ഇപ്പോൾ ഇത് പലരും പഠിക്കുന്നുണ്ട്, എന്നെ പലരും വിളിച്ച് പറയാറുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും പലരും വിളിച്ച് പറയുന്നുണ്ട്, പാസ്റ്റർ ഇത് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കണം, ഇത് വളരെ ആധികാരികമായി ബൈബിളിൽ നിന്ന് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടും ചില കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അത് നമുക്കും നമ്മുടെ വിശ്വാസികളും പലരും എന്നെ വിളിക്കാനിടയായി, വേലക്കാരും വിളിക്കാനിടയായി. അപ്പോൾ അത് അറിഞ്ഞിരിക്കാമെങ്കിൽ മറ്റ് ഫോൾസ് കാര്യങ്ങൾ ഇന്ന് ബൈബിളിൽ സോഷ്യൽ മീഡിയ ആയാലും ചാനലിലൊക്കെ സംസാരിക്കുന്നവർക്ക് പലർക്കും ശരിയായ അറിവില്ല. അവരൊന്നും അവരുടെ പേരിന് വേണ്ടിയും മീഡിയാസിൽ അവരുടെ കൗണ്ടി വരാനും ലൈക്ക് വരാനും ഒക്കെ ചെയ്യുന്നവരുണ്ട്, ചിലർ ആത്മാർത്ഥമായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബിബ്ലിക്കലായിട്ട് കൃത്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിപ്പിച്ചു പോകുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇതിലൂടെ കേട്ട് കഴിയുമ്പോൾ മറ്റവർ പറയുന്നത് നല്ല ഭാഗം എടുക്കാം, അങ്ങനെ വരും നിങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ നാളുകളിൽ മാക്സിമം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തെറ്റുമില്ല, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം എല്ലാം തീരാൻ പോകുന്നൊരു കാലമാണ്. അതിനും ആരെങ്കിലും സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങളൊരു പക്ഷേ സുവിശേഷം അറിയിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് മാത്രമല്ല മറ്റാരെങ്കിലുമൊക്കെ നല്ല സുവിശേഷം ക്രിസ്തുവിനെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ മെനക്കെട്ടിരുന്ന് മറ്റുള്ളവരെ വിളിച്ച് സമയം കളയാതെ, അതിപ്പോൾ ആര് സംസാരിച്ചാലും ക്രിസ്തുവിൻ്റെ വചനങ്ങളോ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ ഒത്തില്ലേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു വചനം കിട്ടി, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള രക്ഷ, വരാൻ പോകുന്ന രാജ്യം, അത് ആര് വായിക്കട്ടെ, അത് കൃത്യമായിട്ട് അടിസ്ഥാനമായ ഉപദേശത്തിൽ ശരിയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരുന്ന് ഷെയർ ചെയ്തു. നിങ്ങൾക്കറിയാവുന്നവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കേ, സത്യം പ്രചരിക്കട്ടെ. അങ്ങനെയെങ്കിലും ഒരു മിനിസ്ട്രി എല്ലാ വിശ്വാസികളും, എല്ലാ പെന്തിക്കോസുകാരും, ക്രിസ്ത്യാനികളും അല്ലാത്തവരെല്ലാം ചെയ്യണമെന്ന് ഞാൻ താഴ്മയോടെ പറയുകയാണ്. കാരണം അതൊരു മിനിസ്ട്രിയാണ്. കാരണം ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഇന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാലത്തിൽ നിങ്ങൾ വെറും കാശ് സമ്പാദിക്കാനും വെറും നെറ്റിൽ കയറി ആവശ്യമില്ലാത്തതെല്ലാം കണ്ട് സമയം കളയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന നല്ല കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക, അത് പ്രയോജനപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു 7-ന്റെ, അതായത് 7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണം 7-ന്റെ 2 വായിച്ച്, ദാനിയേൽ 7-ാം അധ്യായം 2-ാം വാക്യം. ദാനിയേൽ വിവരിച്ച് പറഞ്ഞ എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും. ആകാശത്തിലെ 4 കാറ്റും. ഇത് ബാബിലോൺ സാമ്രാജ്യം തീരാൻ പോകുന്ന സമയം, അല്ലെങ്കിൽ മേദേ പേർഷ്യ രാജ്യം, മേദ്യരും പേർഷ്യരും. പേർഷ്യ എന്ന് ഇന്നത്തെ ഇറാൻ. പണ്ട് മേദ്യർ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സംസ്കാരം എന്ന് കേട്ടില്ലേ. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന പേർഷ്യക്കാർ, അവർ മുസ്ലിങ്ങളല്ല, അറബികളല്ല, അവർ വേറൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ ഖേത്തുറയുടെയൊക്കെ സന്തതിയാണ് ഈ പേർഷ്യ എന്ന് പറയുന്നത്. ഖേത്തുറ അബ്രഹാമിൻ്റെ 3ാമത്തെ ഭാര്യയായ ഖേതുറയുടെ വംശത്തിൽപ്പെടുന്നതാണ് ഈ പറഞ്ഞ പേർഷ്യൻ, ഇറാൻ എന്ന് പറയുന്ന വംശങ്ങൾ. അപ്പോൾ അവർ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സാമ്രാജ്യമായിരുന്നു. മേദ്യരും പേർഷ്യരും ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലം. അപ്പോൾ അതിനുശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തി. ഇതെല്ലാം ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 7 മുതൽ 11 വരെ പഠിച്ചാൽ ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ച് അന്ത്യക്രിസ്തുവിൻ്റെ കാലം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ദാനിയേൽ 7 മുതൽ 11 വരെ വായിച്ചാൽ, അത് 2-ാം വാക്യം വായിച്ചപ്പോൾ ആകാശത്ത് 4 കാറ്റും വായിക്കാം. മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഈ മഹാസമുദ്രം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക്കോ പസഫിക്കോ അല്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന കടലിൽ നിന്ന് കയറി വരുന്നതല്ല. മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളങ്ങളുടെ സമാഹാരം. അതെവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, പെരുവെള്ളത്തിന്മേലിരിക്കുന്ന ഒരു വേശ്യയെ ഞാൻ കാണിച്ചു തരാം. വായിക്കാം. 17-ന്റെ 5-ഉം 17-ഉമാണ് അല്ലേ? 17-ന്റെ 5-ഉം 17-ന്റെ 15, 17-ലുണ്ട്. വായിച്ചേ. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ. പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന ആ വാക്യം എടുത്തു വായിക്കാം. വാക്യം മാത്രം. പെരുവെള്ളത്തിന്മേൽ തിരളാന തണ്ണീരിന്മേൽ, അതായത് പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീ. ഇപ്പോൾ സ്ത്രീ എന്ന് പറയുന്നൊരു സ്പിരിറ്റാണ് കേട്ടോ. ലോകം മുഴുവൻ വ്യാപിക്കുന്ന മർച്ചൻ്റ് വ്യാപാര സംഘടനയുടെ ഒരു മൂർച്ചയായിട്ട് വരുന്ന ശക്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം അല്പം ചിന്തിക്കാം. അപ്പം ഈ പറഞ്ഞ വെള്ളമെന്ന് പറയുന്നത് സമുദ്രമല്ല. സമുദ്രം ലോകം,
ലോകമാം ഗംഭീരവാരീതിയിൽ. അപ്പോൾ ഈ ലോകമാകുന്ന സമുദ്രത്തെയാണ് ഈ പറഞ്ഞ കടല പെരുവെള്ളം എന്ന് പറയുന്നത്. അതിൻ്റെ 17-ാം വാക്യം 15-ാം വാക്യത്തിലുണ്ടല്ലോ, എന്താ പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീയെ പറ്റി പറയുന്നു. ഇത് വംശങ്ങളും വായിക്കാം. അവ ജനങ്ങളും കൂട്ടങ്ങളും. മലയാളത്തിൽ വായിച്ച്. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. അപ്പൊ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറയുന്നത് ഈ സമൂഹ ലോകത്തിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന സാമ്രാജ്യ ശക്തികളാണ്, സാമ്രാജ്യങ്ങളാണ്. അതാണ് 4 കാറ്റെന്ന് പറയുന്നത്, 4 സ്പിരിറ്റ്, 4 സാമ്രാജ്യങ്ങൾ. ദാനിയേൽ 7:17 വായിച്ച്. ദാനിയേലിന്റെ പുസ്തകം 7:17 വായിക്കുമ്പോൾ ഈ 4 കാറ്റ്, 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാർ. നോക്കണം, ഇതെല്ലാം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ബൈബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പ്രവാചകന്മാരിൽ കൂടെ. അപ്പം ഇത് ലോകത്തിലുണ്ടാകാൻ പോകുന്ന 4 സാമ്രാജ്യങ്ങൾ. ഇന്ന് സാമ്രാജ്യങ്ങൾ നമുക്കറിയാം, ലോകത്തിൽ പല സാമ്രാജ്യങ്ങൾ ഉടലെടുത്തുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് ആദ്യത്തെ സാമ്രാജ്യത്തിൻ്റെ തുടക്കം. അതെന്താ? ബാബിലോൺ. നിമ്രോദ് എന്ന് പറയുന്ന നായാട്ടുകാരൻ, വീരനായിരുത്തൻ, അവനെ സാത്താൻ അഭിഷേകം ചെയ്ത് അവനെ മുന്നിൽ കൊണ്ടുവന്ന് തൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ അവൻ അന്നേ തുടങ്ങിയതാണ്. നോക്കണം, ഈ ബാബേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ ബാബിലോണിയ സാമ്രാജ്യം ലോകം ദൈവത്തിൻ്റെ നിന്ന് പിടിച്ചെടുക്കി ഞാൻ വാഴുമെന്ന് പിശാച് സവാൽ ഇട്ടിട്ട് അവൻ പറ്റിയ മനുഷ്യരെ തേടിക്കൊണ്ടി. അപ്പോഴാണ് ഒരു വീരനായ മനുഷ്യനെ കിട്ടിയത്. 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിമ്രോദിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവനാണ് സാമ്രാജ്യം ബാബേലിൽ. ബാബേൽ എന്ന് പറഞ്ഞാൽ ഷീനാർ ദേശത്തിൽ 10 വായിക്കുന്നുണ്ട്. അപ്പോൾ ഷീനാർ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ തുടക്കം, അവൻ്റെ രാജ്യത്തിൻ്റെ തുടക്കം അവിടെയാണെന്നൊരു വാക്യം അതിനകത്തില്ലേ? അത് എത്രാം വാക്യം? 10-ാം വാക്യം വായിച്ചേ. സീനാർ ദേശത്തിലുള്ളതായ ബാബേൽ. മതി. അപ്പോൾ സീനാർ ദേശത്തുള്ള ബാബേൽ അത് അവൻ്റെ രാജ്യത്തിൻ്റെ തുടക്കമായിരുന്നു. അങ്ങനെ വാക്യത്തിനകത്തോട്ട് കേട്ടോ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ആരംഭം ഇവിടെ തുടങ്ങിയിരിക്കുക. ഇനി അവസാനിക്കുന്ന ഇവിടെ വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലുമാണ് ഈ സാമ്രാജ്യം പോയി അവസാനിക്കുന്നത്. ഇതിന് ചില കാലയളവുകളുണ്ട്. അപ്പോൾ ഈ സാമ്രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമത് ബാബേൽ സാമ്രാജ്യം, അതിനുശേഷം അതിങ്ങനെ വന്ന അസീറിയൻ സാമ്രാജ്യം, സിറിയ, ഇന്നത്തെ സീറിയ ദേശത്തോട് ബന്ധപ്പെട്ടാണ് BC 700 കാലയളവിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ, അതിനു മുമ്പുണ്ട് ഈജിപ്റ്റ് സാമ്രാജ്യം. മോശയുടെ കാലത്തിൽ ഈജിപ്ഷ്യൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലാണ് ഇസ്രായേൽ ജനങ്ങൾ അടിമകളായി പോയതും അവരെ വീണ്ടും അവിടുന്ന് രക്ഷിച്ചുകൊണ്ടിരുന്നതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഉണ്ടായതാണ് BC 700 കാലയളവിൽ അസീറിയൻ സാമ്രാജ്യം. ഈ സാമ്രാജ്യ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിലെ 10 ഗോത്രം അടിമകളായിപ്പോയി. അവിടെ അടിമകളായിപ്പോയി. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ അശൂര് വന്ന് ആക്രമിക്കും. എവിടെ എഴുതിയിരിക്കുന്നത്? ആവർത്തന പുസ്തകം, സംഖ്യാപുസ്തകത്തിലുണ്ട് കേട്ടോ, ഒരു വാക്യമുണ്ട്, നിങ്ങളെ എന്തു ചെയ്യും? അടിമകളാക്കി കൊണ്ടുപോകും എന്ന് ഒരു വാക്യം സംഖ്യാത്തിലുണ്ട്. അതെപ്പോഴാണ് നിറവേറിയത്? ആ കാര്യം നിറവേറിയത് BC 726 കാലയളവിലാണ്. വായിച്ച സംഖ്യാപുസ്തകം 24-ന്റെ 22-ാം വാക്യം വായിക്കാം. അസീറിയർ നിന്നെ അടിമയാക്കി കൊണ്ടുപോകും. നോക്കണം, അപ്പോൾ അസൂർ എന്ന് പറയുന്ന രാജ്യം നിന്നെ അടിമപ്പെടുത്തുമെന്ന് എപ്പോഴാണ്? സംഖ്യാപുസ്തകം മോശയുടെ കാലയളവിൽ തന്നെ ഒരു പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം, യഹൂദയിൽ നിന്ന് താരകം ഉദിക്കും, നക്ഷത്രം ഉദിക്കും എന്നൊക്കെ യേശുവിനെ പറ്റിയും പ്രവചിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങളുടെ ഒരു സമാഹാരം കൂടിയാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അശൂർ നിന്നെ അടിമയാക്കി കൊണ്ടുവന്ന് പറഞ്ഞത് സംഭവിച്ചപ്പോഴാണ് BC 740 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ അസീറിയർ വന്ന് ഈ 10 ഗോത്രങ്ങളെ അടിമയാക്കി കൊണ്ടുപോയി. വായിക്കാം. ഓശയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ചു, ഇസ്രായേലിനെ ബദ്ധരാക്കി. ഇസ്രായേലിന് 10 ഗോത്രം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് 2 രാജ്യങ്ങളായി മാറി. അതെപ്പോഴാ? ശലോമോന് ശേഷം രെഹോബിയാമിൻ്റെ കാലം വന്നപ്പോൾ അവർ 2 രാജ്യമായിട്ട് മാറി. ഒന്ന് ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ, ശമരിയ, അവർ ജാതികളുടെ പഴക്കങ്ങൾ അല്ലെങ്കിൽ അന്യജാതികളുണ്ടായ വിഗ്രഹാരാധനകളെല്ലാം കൊണ്ടുവന്ന് ദൈവത്തെ മുഷിപ്പിച്ച് അവർ വെറും മ്ലേച്ഛരായി തീർന്നിരിക്കുകയാണ്. നോക്കണം, പേര് ഇസ്രായേലാണ്. ഇതുപോലെ ബെന്തിക്കോസുകാരൻ വ്യാജനം പേരുകൊണ്ട് ബെന്തിക്കോസ് ആയതിനു ശേഷം നിങ്ങൾ ദേശത്ത് കിടന്ന് വഴക്കുണ്ടാക്കുകയും ബഹളമുണ്ടാക്കി അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്താൽ നിങ്ങളും ഈ ഇസ്രായേലിൽ കൈവിടപ്പെടുന്ന അല്ലെങ്കിൽ ജാതികളുടെ കൂട്ടത്തിലേക്ക് വീണ്ടും പോകുമെന്ന് ഓർത്തോണം. നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ മുഷിപ്പിക്കുകയും
നിങ്ങൾ അന്യപ്പെട്ടു പോകാൻ അത് മുഖാന്തരമായി തീരുകയും ചെയ്യും കേട്ടോ, അത് ഓർത്തോണം. എന്നാൽ യഹൂദ ഗോത്രം അവർ വിഗ്രഹങ്ങൾ പുറകെ പോയില്ല. അവർ ദൈവത്തെ കുറേ കൂടെ തീക്ഷ്ണതയോടെ ആരാധിച്ചുകൊണ്ട് അവർ കുറേ സമയം കൂടെ മാറി വന്നു. എന്നാൽ അതും കുറേ കഴിഞ്ഞപ്പോൾ ദൈവത്തെ മുഷിപ്പിച്ചപ്പോൾ BC 606 ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകാനിടയായി. ബാബേൽ സാമ്രാജ്യം, ഇതൊക്കെ ചരിത്രമല്ലേ? ഇതെല്ലാം ചരിത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് ഇന്നും ഉണ്ടായതല്ല, മനസ്സിലാവുന്നു? അത് 1948 മുതലേ ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അത് ശരിയായതല്ലല്ലോ. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നവരൊക്കെ വിഡ്ഢികളായി പോകത്തില്ലേ, മണ്ടന്മാരാകത്ത്, ഏതോ കാര്യലാഭത്തിന് വേണ്ടി മിണ്ടാതിരിക്കുകയല്ലേ. ഇപ്പം രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായാൽ ന്യായത്തെ മാറ്റിയിട്ട് അന്യായത്തിന് കൂട്ടിക്കുന്നതിന് കാരണമല്ല. ഒന്നുകിൽ കാര്യലാഭം ഉണ്ടാകും, അല്ല പേടിച്ചിട്ടായിരിക്കും. ഒന്നുകിൽ ഭയന്നിട്ടായിരിക്കും. അവനിപ്പോൾ ചുട്ടുകളയെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് പറയും. അത് നമ്മുടെ അലക്സാണ്ടർ DGP, പുള്ളി വലിയ ബുദ്ധിമാനാണ് കേട്ടോ. പുള്ളിയുടെ ബുദ്ധി ഭയങ്കരമാണ്. പുള്ളി അടുത്ത സമയത്ത് പറഞ്ഞുടാ, ഇപ്പോൾ ഞാനിങ്ങനെ ചില സത്യമൊക്കെ തുറന്ന് പറഞ്ഞാൽ അവസാനം എൻ്റെ ഭാര്യയും പിള്ളേർക്കും നഷ്ടം വരുന്നത്. അത് പുള്ളി പറഞ്ഞൊരു ലോജിക്കാണ് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തോട് കണ്ണൂരിലേക്ക് സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് താൻ രാജിവെച്ച സമയമാണ് ഞാൻ വിളിച്ചൊരു ദിവസം. ഞാൻ ട്രെയിനിലാണ്. ഞാൻ സാറേ, അപ്പോൾ ജയിൽ മിനിസ്ട്രിക്ക് ഞാനും ഉണ്ട്. താൻ ജയിലിൻ്റെ DGP ആയ സമയത്താണ്. അപ്പോൾ താൻ പെട്ടെന്ന് രാജിവെച്ചു. അപ്പോൾ എന്നോട് ഞാൻ രാജിവെച്ചു, ആ പോസ്റ്റിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് ചോദിച്ചപ്പം താൻ അത് അതിനെപ്പറ്റി പറഞ്ഞൊരു വാക്യം കരുവീണാണ്. കാരണം അന്ന് ശബരിമലയിൽ താൻ വെള്ളത്തിൻ്റെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ വെള്ളം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ലോബികൾ, പാർട്ടി ബേസിലും മറ്റ് പല ലോബികളും തന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ താൻ കണ്ടിടാ, ഞാനെന്തിനാ ഈ പോസ്റ്റിലിരിക്കുന്നത്? ഈ പോസ്റ്റിലിരുന്ന് ഞാൻ മരിച്ചാൽ ആർക്കാ നഷ്ടം? എൻ്റെ ഭാര്യയ്ക്കും. അങ്ങനെ പുള്ളി രാജിവെച്ച് മാറി. പോസ്റ്റിനേക്കാൾ പുള്ളി കുടുംബത്തെ സ്നേഹിച്ചു, മക്കളെ സ്നേഹിച്ചു, തൻ്റെ ആയുസിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ ആരെയും മുഷിപ്പിക്കാൻ പോകുന്നില്ല, പോകുന്നിടത്തില്ല. അവരോട് താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാമെങ്കിൽ അവർക്ക് സന്തോഷം, ഇല്ലയോ? ഇവിടെ വരുമ്പോൾ ഇവിടെയും പറയും. അത് പുള്ളിയുടെ ലോജിക്കാണ്. പക്ഷേ സത്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ചിലപ്പോൾ തല പോകേണ്ടിയിരുന്നാലും സത്യം പറഞ്ഞു മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് നമ്മൾ തീരുമാനിച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ സാമ്രാജ്യങ്ങൾ ഉടലെടുത്തപ്പോൾ എന്താ ഉണ്ടായത്? ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മനുഷ്യ എഴുന്നേൽപ്പിച്ച് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ ഈ സാത്താൻ പലപ്പോഴും ശ്രമിച്ചിരുന്ന ഒരു ഭാഗം. പക്ഷെ അത് പലതും നന്മയ്ക്കായിട്ടുള്ള ദൈവം മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞു. പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീസിൻ്റെ സാമ്രാജ്യം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഗ്രീസിൻ്റെ സാമ്രാജ്യം വരുന്നതിന് ശേഷമാണ് പിന്നീട് റോമൻ സാമ്രാജ്യം വരുന്നത്. BC 117 കാലയളവിൽ ട്രാജൻ ചക്രവർത്തി എന്ന് പറഞ്ഞൊരു വലിയൊരു ചക്രവർത്തി റോമിൽ വന്ന് അതിനുശേഷം ജൂലിയസ് സീസർ, നിങ്ങൾ കേട്ടിട്ടില്ല, ജൂലിയസ് സീസർ, ക്ലിയോപട്ര. അപ്പോൾ ജൂലിയസ് സീസറായിരുന്നു റോമിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായൊരു വ്യക്തി. അദ്ദേഹം ക്ലിയോപട്രയിൽ തനിക്കൊരു മോനൊക്കെ ജനിച്ചതാണ്. അങ്ങനെ വന്ന് സെനറ്റ് അദ്ദേഹത്തെ വിസ്തരിക്കാൻ വന്നു. തൻ്റെ ഏറ്റവും ഉറ്റ മിത്രമായിരുന്ന ബ്രൂട്ടസ്. അപ്പം സെനറ്റ് വിധിച്ച് അദ്ദേഹത്തെ കുത്തിക്കൊല്ലണമെന്നാണ്, എല്ലാവരും കുത്തിക്കൊല്ലണം. അങ്ങനെ ബ്രൂട്ടസ് പോയി ശരിയായി മർമ്മത്ത് തന്നെ കുത്തി താൻ മരിക്കുകയും ചെയ്തു. അതാണ് ഇന്നൊരു പഴഞ്ചൊല്ലി വരുന്നത്, യൂട്യൂബ് ബ്രൂട്ടസ്. ഈ ബ്രൂട്ടസ് കാരണം അതൊരിക്കലും പ്രതീക്ഷിക്കാതെ കുത്താണ്. പിന്നെ ബ്രൂട്ടസ് അതിനെ ന്യായീകരിക്കാൻ പോയത് അദ്ദേഹം ഇങ്ങനെ വേദന കൊണ്ട് പൊളയണ്ട, മരിച്ചോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരിക്കലും സ്നേഹം ശരിയല്ല. പിന്നീട് തൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? ബ്രൂട്ടസും കാഷ്യൂസും ചേർന്ന് ഈ രാജ്യം കൈവശമാക്കാൻ വേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്തു. പക്ഷേ തൻ്റെ അനന്തരവനായ മാർക്ക് ആൻ്റണി, ഇതൊക്കെ ചരിത്രത്തിൽ സത്യമല്ലേ, ആ മാർക്ക് ആൻ്റണി ആ സമയത്തിൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ജയിച്ചു. തൻ്റെ അനന്തരവനായ ഒക്ടേവിയനെ വാഴിക്കുക ചെയ്തത്. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ ഒക്ടേവിയൻ ചക്രവർത്തി AD 33 അതിനുശേഷം 27 വരുമ്പോഴേ താഴോട്ടിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അഗസ്തോസ് സീസറായിട്ട് റോമൻ അദ്ദേഹത്തെ ഉയർത്തിക്കഴിഞ്ഞു. ഈ ചക്രവർത്തിയുടെ കാലത്താണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതെന്ന് കൃത്യമായിട്ട് ബൈബിളും പറയുന്നു. ഞാനത് പറയാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച്. ലൂക്കോസ് 2 ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ ചരിത്രമാണ്. അതുകൊണ്ടാണ് ബൈബിളിനെ നിഷേധിക്കാൻ ലോകത്തിന് ആർക്കും കഴിയയില്ല. വെറുതെ കള്ളത്തരം പറഞ്ഞ് വെറുതെ അനാവശ്യം പറഞ്ഞ് ഇതിനെ നിഷേധിക്കാൻ പോയാൽ പ്രിയ സഹോദര, നിന്റെ മതം നിന്നെ രക്ഷിക്കില്ല. നിന്റെ അഭിപ്രായം ഒരിക്കലും വിജയിക്കത്തില്ല. സത്യമേ വിജയിക്കത്തുള്ളൂ.
കൃത്യമായിട്ട് ഞാൻ ഈ ചരിത്രം പറഞ്ഞു വരുന്നല്ലോ, ഇനി ഇച്ചിരി ചരിത്രം പറയാം. അപ്പോൾ ഈ റോമൻ കൈസർ, ഇതിനിടയ്ക്ക് മക്കബേർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അവർ 63 കാലയളവിലൊക്കെ ഭരിച്ചെങ്കിലും ആ കാലങ്ങളിലാണ് ഈ സെലൂഷൻ എന്ന് പറഞ്ഞ ഒരു വംശത്തിൽപ്പെട്ട രാജാവ്, ആരാ അന്ത്യോക്യ എപ്പിപ്പാനാസ് വന്ന് പന്നിയെ യാഗം കഴിച്ച് അവരെ മുഷിപ്പിച്ച സമയത്തിൽ അവർ മക്കബേർ, ഒരു ലേവി ഗോത്രത്തിൻ്റെ നേതൃത്വത്തിൽ മക്കബേർ അവർ നേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മക്കബേർ വന്ന് ഇവരെ എന്ത് ചെയ്തു, തോൽപ്പിച്ച് കുറച്ചുനാൾ ഭരിച്ചെങ്കിലും അവർക്ക് നിലനിൽപ്പില്ലാതെ വന്നു. നോക്കണം. പിന്നീടാണ് ആ പോമ്പി എന്ന് പറയുന്ന ചക്രവർത്തി വന്ന്, അതിനുശേഷം AD 70 തീത്തോസ് ചക്രവർത്തി ഒന്നാണ് ആലയം ഉടച്ചു കളയുന്നത്. നോക്കണം. AD 70 ആ യെരുശലേം ആലയം ഉടഞ്ഞതിന് ശേഷം ഇന്നുവരെയും പിന്നീട് ആലയം ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓഗസ്റ്റോസ് ചക്രവർത്തി ജൂലിയസ് സീസറിൻ്റെ അനന്തരവനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജൂലിയസ് സീസറിന് ശേഷം ഏറ്റവും മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു അഗസ്ത്യ ചക്രവർത്തി. വായിച്ചേ 2-ാം വാക്യം വിടും 2:1. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. അഗസ്തോ ചക്രവർത്തിയുടെ ആജ്ഞ പുറപ്പെട്ടു. അപ്പോൾ ഇത് സത്യമല്ലേ? എല്ലാം സത്യമാണ്. പിന്നെ ഇതിനെ ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ചുകൊണ്ട് ഈ പാർട്ടിക്കാരായാലും ശരി മതക്കാരായാലും ശരി ഇതിനെല്ലാം കളയാൻ പോയാൽ മോനെ ഒരിക്കലും രക്ഷയില്ല. നിങ്ങൾക്കിതിൻ്റെ ചരിത്രം അറിയാഞ്ഞിട്ടാണ്. അത് ഞങ്ങൾ പറഞ്ഞു തരാം. ഇതെവിടെ പോയി അവസാനിക്കും. ഇന്ന് നിങ്ങൾ എന്തുമാത്രം വോട്ട് ബാങ്കിന് വേണ്ടി ഒരു കൂട്ടരെ കയ്യിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നാളെ വോട്ട് ചെയ്ത് ജയിക്കാമെന്ന് വെച്ചാൽ നാളെ വോട്ടില്ലാതെ വരാൻ പോവുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? ഇനിയിപ്പോൾ വോട്ടില്ലാത്തൊരു രാജ്യം വരാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രയത്നം നഷ്ടമായി പോകത്തില്ലേ? ഇന്നലെ ഒരാൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പോലും കഷ്ടം. കോൺഗ്രസ് നേതാക്കന്മാർ പോലും വോട്ടിന് വേണ്ടി സത്യം വളച്ചൊടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നാളെ നിങ്ങൾക്ക് വോട്ടിൻ്റെ കാലം കഴിയാൻ പോവുകയാണ്. ഇനി ഈ ലോകസഭാ ഇലക്ഷൻ തന്നെ നിങ്ങൾക്ക് അതിനൊരു പാഠം പറഞ്ഞു തരും. ഈ 2024 നടക്കാൻ പോകുന്ന ലോകസഭാ ഇലക്ഷൻ തന്നെ നിങ്ങൾക്ക് വ്യക്തമായൊരു പാഠം തരും. അതിനുശേഷം ഇലക്ഷൻ തന്നെ ഉണ്ടാകുമെന്ന് സംശയമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഈ വോട്ട് ബാങ്ക് പൊളിയാൻ പോവുകയാണ്. അതുകൊണ്ട് സത്യത്തിനെ പിൻപറ്റാൻ നോക്കേ. വോട്ട് ബാങ്ക് മാത്രമല്ല, ഇത് പലരും അകത്താകാൻ പോവുകയാണ്. ഇന്ന് അസത്യം പറഞ്ഞ് അനീതിയെ സ്നേഹിക്കുന്ന ഏവർക്കും സത്യത്തെ വിശ്വസിക്കാതെ വായിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ സത്യത്തെ സ്നേഹിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് അവർക്ക് വീണ്ടും ഫോഷ്ക്ക് കൂട്ടിക്കൊടുക്കുകയായിരുന്നു. അതാണ് ഫോഷ്ക്ക് പറഞ്ഞ് പൂർത്തീകരിക്കണം. എമോര്യരുടെ അക്രമം പൂർണ്ണമാകും. വായിക്കാം. 1 തെസ്സലോനിക്കർ 2:11 എന്താ വാക്യം? മതി. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം ഫോഷ്ക്ക് അവരുടെ വായി കൊടുത്തുന്നതാണ്. അപ്പോൾ ഫോഷ്ക്ക് കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഫോഷ്ക്ക് പറയുന്നവർക്കാണ് പ്രാധാന്യം. അപ്പോൾ ചിലർ സത്യം പറഞ്ഞാൽ അവനെ ഒതുക്കുക. ഒരാൾ സത്യം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കാതെ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ഈ നേതാക്കന്മാരാരെയും ഇനി ജനം അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചു. അവിടെ നേതാക്കന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ഫോഷ്ക്ക് കൊണ്ടോ വോട്ട് ബാങ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ സാമ്രാജ്യം സ്ഥാപിക്കാമെന്ന് പറഞ്ഞാൽ അതെല്ലാം വൃഥാവായി പോവുകയാണ്. അങ്ങനൊരു കാലമല്ല ഇനി വോട്ടിൻ്റെ ആവശ്യമില്ല. ജനാധിപത്യ കാലത്തിൻ്റെ അവസാനം വന്നിരിക്കുകയാണ്. ഇനി വോട്ടിട്ട് രാജ്യം തിരഞ്ഞെടുക്കുന്ന കാര്യം ഇത് അവസാനിക്കാൻ പോവുകയാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? ഈ രാജാക്കന്മാരുടെ കാലത്തിൽ. വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 2:44 വായിക്കുമ്പോൾ ഈ ഇരുമ്പും കളിമണ്ണും നിറഞ്ഞ ജനാധിപത്യ രാജ്യത്തിൻ്റെ അവസാനം വന്നിരിക്കുകയാണ്. പിന്നെ ജനാധിപത്യം ആവശ്യമില്ല. അത് വായിച്ച് 2:44 വായിച്ച്. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്നാൽ ഈ രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് ഒരു ഏകലോക ഗവൺമെൻറ്, ഞാൻ പറഞ്ഞ ഒരു വ്യാപാര ശൃംഖലയുടെ ഒരു സമൂഹം വരേണ്ടത് ആവശ്യമാണ്. അതിനാണ് ആ സാമ്രാജ്യത്തെയാണ് ഇവിടെ നാം നോക്കുമ്പോൾ ഒന്നാമത് ബാബേൽ ഷീനാർ ദേശത്തിൽ ഇത് ആരംഭിച്ചത്. ഈ ഷീനാർ ദേശം അബ്രഹാമിൻ്റെ സ്വന്തമല്ലേ? അബ്രഹാം ഇവിടുന്ന് വന്നേ, മെസോപ്പൊത്താമിയായിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ വംശക്കാർക്ക് ഇറാഖൂടെ അവകാശമാണ്. ഇസ്രായേൽ മാത്രമല്ല ഇറാഖൂടെ അവർക്ക് അവകാശമാണ്. കാരണം അബ്രഹാം ജീവിച്ചോടാ മെസോപ്പൊത്താമിയയിൽ. ഏത് രാജ്യം? ഓറോ എന്തോ ആ കൽദയ ദേശമായ ഊരിൽ നിന്ന് അവൻ യാത്ര പുറപ്പെട്ടു. അപ്പം അവൻ്റെ പഴയ വലിയൊരു കുടുംബമാണ്, അറിയപ്പെട്ട പ്രമാണിമാരുടെ ഒരു കുടുംബമാണ്. ഇറാഖിൽ പോലും ആർക്കും അവകാശമുണ്ട്. ഇതാരും പറയത്തില്ല. നാളെ ഇസ്രായേൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ, ഒരു റിട്ട് കൊടുത്താൽ, ഇറാഖ് ഞങ്ങളുടെ അപ്പൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പോകും.
അവിടെ അവർക്ക് അവകാശമുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, കാരണം ഇറാഖിൽ നിന്നാണ് അവൻ പുറപ്പെട്ടു. പക്ഷേ ദൈവം വിളിച്ചു വന്നു, പറഞ്ഞു ഞാൻ നിനക്ക് കനാൻ ദേശം തരാം. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 15:18. അപ്പോൾ ദൈവം പറഞ്ഞ് അനുസരിച്ചത് തെറ്റാണോ? അബ്രഹാം ദൈവത്തെ അനുസരിച്ച് തെറ്റാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അവൻ്റെ സ്വന്തം സ്ഥലം ഇപ്പോഴും കിടക്കുന്ന ഇവിടെ ഇറാഖിലാണ്, മെസൊപ്പൊത്താമിയയിലാണ് ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായ സ്ഥലം. ഇഷ്ടിയെ ചുട്ട് ബാബേൽ ഗോപുരം പണിത് അതിനുശേഷമാണ് മോഹൻജദാരോ ഹരപ്പയിലെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇറാഖും അവൻ്റെ തറവാടാണ്. പക്ഷെ ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശമാണ് ഇത് കനാൻ ദേശം എന്ന് പറയുന്നത്. 15:18 വായിച്ചു. ശബ്ദമായി വരും. എഗിപ്തിൻ നദി തുടങ്ങി. അപ്പൊ നോക്കണം, ശ്രദ്ധിക്കേ, എഗിപ്ത് എന്ന് പറഞ്ഞാൽ നൈൽ നദി. അപ്പം ഈജിപ്തിൻ്റെ ഒരു ബോർഡർ പോലെ ഒരു അവകാശം ദൈവം പതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബെൻഗൂറിയൻ 1948 രാജ്യം സ്വതന്ത്രമായി ഫസ്റ്റ് പ്രധാനമന്ത്രി വന്നപ്പോൾ പല രാജ്യങ്ങളും നിങ്ങൾക്ക് അവകാശത്തെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അവകാശത്തെപ്പറ്റി ഞങ്ങൾക്ക് സംശയമില്ല, അതിന് അമേരിക്കയുടെ മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ രാജ്യം ഉണ്ടാകുന്നതിന് മുൻപേ, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം ഈ ഓൾഡസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എഴുതി തന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളില്ലയോ? അമേരിക്കക്കാരുടെ ക്രിസ്ത്യാനികളുടെ വീടുണ്ടല്ലോ, ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിഷേധിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല. വായിച്ച് ഫ്രാത്ത് നദി മുതൽ മിസ്രൈം നദിയും ഐഫ്രാത്ത്, യൂപ്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെയും പിന്നെ അതിനുശേഷം സിറിയയിലേക്ക് ഒഴുകുന്ന യോർദാൻ സിറിയ ബന്ധപ്പെട്ട് ഒഴുകുന്ന ഒരു നദിയാണിത് യൂപ്രട്ടീസ്. അതിൻ്റെയൊക്കെ ബോർഡർ നിങ്ങൾ നോക്കി അറിയാം. ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? യോർദാൻ, സിറിയ, ഈജിപ്റ്റ്, ലെബനോൻ, ഇപ്പുറം സൗദി അറേബ്യ, കുവൈറ്റ്, ഒമൻ, ഇതെല്ലാം ചുറ്റിക്കിടക്കുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യമാണെന്ന് പറയാൻ എന്നത്തേക്ക് അവർക്ക് അവകാശം വന്നതാണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഉണ്ടായത് തന്നെ നബിയുടെ കാലത്തിലാണ്, BC 700. ഈ കാലയളവിലാണ് ഈ മതം ഉണ്ടായത്. അപ്പോൾ അതിനു മുമ്പേ അബ്രഹാമിൻ്റെ സന്തതികളുണ്ടല്ലോ. ഇസ്ലാമുകളും വിശ്വസിക്കുന്നില്ല. ആദാം മുതലുള്ള ചരിത്രങ്ങൾ അവനതിനകത്ത് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വന്ന് മൂസ നബി എല്ലാം, ദാവീദ്, സുലൈമാൻ എന്നൊക്കെ പറഞ്ഞ് ചരിത്രം അവർ എഴുതിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർക്കിതിനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു? അപ്പോൾ അതാണ്, ആ ചിന്താഗതി എല്ലാം തകർക്കപ്പെടും. എന്നിട്ട് ദൈവം നിശ്ചയിച്ച് മാത്രം നടക്കും. അപ്പം ഉൽപ്പത്തി പുസ്തകം 15:18 കൃത്യമായിട്ട് അവർക്ക് സ്ഥലം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. എടാ, ദൈവത്തിന് അവകാശമില്ലേ എൻ്റെ വസ്തുവകയിൽ അധീനപ്പെട്ടൊരു സ്ഥലം? കാരണം എന്താ? ഗോഡ് ക്രിയേറ്റഡ് എവരിത്തിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മ ദൈവം സകലവും എല്ലാം സ്ഥാപിക്കാൻ ആർക്കും നോക്കുമോ? എത്രയോ ശാസ്ത്രജ്ഞന്മാർ പല കാര്യങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ നോക്കി. പരിണാമ സിദ്ധാന്തം, കുരങ്ങ് കഴിഞ്ഞ് മനുഷ്യൻ, പിന്നെന്താ പരിണമിക്കാത്തത്? കുരങ്ങനായിട്ടിരിക്കുന്നു, മനുഷ്യനായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇലിമിനേറ്റുകൾ പുതുതായിട്ട് വരുമ്പോൾ അവർ പറയുന്നത് എന്താ? ഇനി അടുത്ത പരിണാമം എന്ന് പറയുന്നത് ഗോഡ്ലി മാൻ, ദേവന്മാർ, ദൈവ മനുഷ്യനുണ്ടാക്കുക, സൂപ്പർമാൻ. ആ സൂപ്പർമാനെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കൂടിയാണ് ഇപ്പോൾ ഈ കുത്തിവെപ്പൊക്കെ നടന്നത്. പ്രശാന്ത്, ഈ മണ്ടന്മാർക്ക് വല്ലതും അറിയാവോ? ദൈവത്തെ കൂടാതെ വല്ലതും സൂപ്പർമാനാക്കാനൊക്കെ പോകും. അപ്പം ദൈവത്തെ പോലെ ആകുക എന്നാര് പറഞ്ഞു? ഇവരുടെ പിതാവ് ആദ്യം പറഞ്ഞില്ലയോ? യവന്മാരുടെ പിതാവ് ആദ്യം പറഞ്ഞു, നീ ദൈവത്തെ പോലെ ആകും. എവിടെ വെച്ച്? ഏദനിൽ. അപ്പോൾ ഏദനിൽ കയറിയ സാത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുമ്പും കണ്ണും വെച്ചല്ല, ലോകജ്ഞാനം, വേൾഡ്ലി വിസ്റ്റമാണ് ഈ സാത്താൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. ലോകജ്ഞാനമാണ് സാത്താൻ എന്ന് പറയുന്നത്. മറ്റേ ദൈവജ്ഞാനം, ദൈവം, ഗോഡ്. അപ്പോൾ ഇപ്പോൾ അവർ കൊണ്ടിരുന്ന ഈ എലിമിനേറ്റുകൾ പറയുന്നത് ഇനി മനുഷ്യരെ സൂപ്പർമാനാക്കണം. അപ്പോൾ ബലഹീനരും ക്ഷീണിതരും ചുമച്ചുകൊണ്ട് നടക്കുന്നവരും പിന്നെ തുമ്മുന്നവരും എല്ലാം ചത്തുപൊക്കോട്ടെ. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ള സൂപ്പർ മനുഷ്യരെ മാത്രം ലോകത്തിൽ അവശേഷിച്ചാൽ മതി. ഈ തത്വങ്ങളെ ചേർത്താണ് ഈ മൂന്നാം ലോകമായി ഇതുണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ഗാസ യുദ്ധമൊക്കെ പലർക്കും അറിയത്തില്ല. അവിടെ പാലസ്തീനികളെ, പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള തീവ്ര ഗ്രൂപ്പിനെല്ലാം പല രാജ്യങ്ങളും സഹായം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇലിമിനേറ്റ് ശക്തികളുണ്ട്. ഇനി വരാൻ പോകുന്ന സാമ്രാജ്യ ശക്തികൾ, സാമ്രാജ്യത്തിനെതിരായിട്ട് ഇവർ മുദ്രാവാക്യം വിളിക്കുകയും സാമ്രാജ്യത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യല്ലേ. നോക്കണം, കേരളം ഇപ്പോൾ നോക്കിയേ, സാമ്രാജ്യ ശക്തികൾക്ക് അധീനപ്പെട്ടു പോവുകയല്ലേ. ഇന്ത്യ, എല്ലായിടും അങ്ങനെയാണ്. കാരണം അതിനെപ്പറ്റി നമുക്ക് ബൈബിൾ പ്രകാരം എടുക്കാം.
അപ്പോൾ ഈ ശക്തികൾ വളർന്നു വരുന്ന സമയമാണ്. ഇത് മനസ്സിലാക്കാതാണ് ഇവിടെ കിടന്ന് പാവപ്പെട്ടവർ തമ്മിൽ തല്ലാനൊന്നും പോകരുതേ. കൃത്യമായിട്ട് വചനം പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന ഏകലോക ഗവൺമെൻറ്, 1 നേഷൻസ്, 1 വേൾഡ്, 1 കറൻസി, 1 ഡിജിറ്റൽ കറൻസി, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇസ്ലാമിക ലോകം 700-ൽ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായതാണ്. അപ്പോൾ അവർ ഈ ചരിത്രമെല്ലാം കൂട്ടികളൊക്കെ കൊണ്ടിരുന്നെങ്കിലും പലപ്പോഴും അതുകൊണ്ട് ശരിയായി വരുന്നില്ല. കാരണം ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ എല്ലാം നിവൃത്തിയായി. ഇനി അതിനപ്പുറത്തേക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കവിഞ്ഞതായിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തു ഏകഭാര്യത്വം അതുപോലെ തന്നെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചെങ്കിൽ പിന്നെയും തിരിഞ്ഞ് ന്യായപ്രമാണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കുടുംബത്തിന് ഒരാൾക്കൊരു ഭാര്യ, എല്ലാം കൃത്യതയോടെ പറഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ തകർക്കக்கூடிய മറ്റൊരു ഉപദേശം വരുന്നെങ്കിൽ അത് ദൈവികമാണെന്ന് വിശ്വസിക്കാൻ എന്നെപ്പോലുള്ളൊരു ബുദ്ധിമുട്ട് വരും. തന്നെയല്ല, വാളുകൊണ്ട് മറ്റുള്ളവരെ തലവെട്ടി സ്ഥാപിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പോൾ നേരെ തിരിച്ച് റിവേഴ്സ് അടിക്കുകയാണ്. വീണ്ടും പഴയ നിയമത്തിലെ, പഴയ നിയമം തന്നെയാണെങ്കിലും കുഴപ്പമില്ല, പഴയ നിയമം കാരണം കൂടാതെ ആരെയും കൊല്ലാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ക്രിസ്തുവിന് ശേഷം ഇനിയൊരു മതം വന്നാൽ അത് ക്രിസ്തു മതത്തേക്കാൾ, ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. അതില്ലാത്തടത്തോളം കാലം അത് സ്ഥാപിക്കണമെങ്കിൽ വാളുകൊണ്ടേ ഒക്കത്തുള്ളൂ. ഇപ്പം മനുഷ്യനെ പീഡിപ്പിച്ച് തലയെടുത്ത്, അല്ലെങ്കിൽ അവനെ കൈവെട്ടി, അല്ലെ അവനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മനുഷ്യൻ വരണ്ട, ഈ പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം പേടിച്ച് പറയുന്ന പോലെ ഇപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ ആക്രമിച്ചുകൊണ്ടല്ല അവർ തിരിച്ചിപ്പോൾ ആക്രമിച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അവർ പലതും പറയുന്നുണ്ട്. പക്ഷേ എല്ലായിടങ്ങളിലും തീവ്രമായ ഗ്രൂപ്പുകൾ കള്ളന്മാരെല്ലാം മോഷ്ടിക്കാൻ വരുന്നത്. പണ്ടൊരാൾ ചോദിച്ച പോലെ ഗേറ്റ് വെക്കുന്ന ആർക്കാണ്? ഗേറ്റ് വെച്ച് താഴോട്ട് പൂട്ടുന്ന ആർക്കാണ്? പറ, ആർക്കാ നമുക്ക് വല്ലു? കള്ളന്മാർക്ക് ഇതിനൂടെ ഗേറ്റ്. ഇപ്പം നമ്മൾ ഗേറ്റ് പൂട്ടിയാലും മതിലാടി പോരാൻ കള്ളന്മാർക്ക് അറിയത്തില്ലേ? അപ്പം മാന്യന്മാർക്ക് വേണ്ടിയാണ് നിയമങ്ങളും പ്രമാണങ്ങളും എപ്പോഴും വയ്ക്കുന്നത്. അപ്പോൾ ലോകത്തിൽ നിയമങ്ങളും ബൈബിളിലെ നിയമങ്ങളും പ്രമാണങ്ങളും ജീവിക്കാൻ ആഗ്രഹിക്കും. കള്ളന്മാർക്കും തീവ്രവാദി ഗ്രൂപ്പും പ്രമാണത്തിൻ്റെ ആവശ്യമില്ല, അവരെപ്പോഴും പ്രമാണത്തെ മീറുന്നവരാണ്. അപ്പോൾ ഈ ലോകത്തിലെ സംഘടനകൾ, UN, ലീഗ് ഓഫ് നേഷൻസ്, മറ്റ് നാറ്റോ സഖ്യം, എന്താ ഗുണം? തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ ആവശ്യമുണ്ടോ? ഇപ്പോൾ ക്യാമറ വെച്ച കള്ളന്മാരെ പിടിക്കാമെന്ന് പറഞ്ഞു. കള്ളന്മാർ കുറഞ്ഞോ കൂടിയോ? പറ. ക്യാമറകൾ വരുന്തോറും കള്ളന്മാർ കൂടിയോ കുറഞ്ഞോ? പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും അന്യായങ്ങൾ ലോകത്ത്, കാരണം ഇതൊരു സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റിനെ വളർത്തുന്നതാണ് സാത്താൻ. നിങ്ങൾ ദൈവത്തെ പോലെയാകും. നോക്കണം, നിങ്ങൾ ഇത് ആരംഭത്തിൽ പറഞ്ഞില്ലേ, ഇത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സാത്താൻ ആദ്യമായിട്ട് മനുഷ്യന് കൊടുത്ത ഓഫറിങ് എന്താ? നിങ്ങൾ ദൈവത്തെ പോലെയാകും. കാരണം ദൈവത്തെ അങ്ങനെ വിടാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ കീഴെ ഇരിക്കേണ്ടവരല്ല, ദൈവത്തെ പോലെയായി നിങ്ങളും. ഇത് കേൾക്കുമ്പോൾ അവന്മാർക്ക് തുള്ളൽ വരും. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ലോകത്തെ ഭരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വയൽ, ഇന്ന് പ്രമാണിമാരിലിരിക്കുന്ന വയലെല്ലാം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും ഭയങ്കര. ഇപ്പോൾ വയലെല്ലാം ഏത് പരുവത്തിൽ കിടക്കുക നോക്കണം. രാജ്യം, കമ്മ്യൂണിസ്റ്റ് രാജ്യം കയറി ഭരിക്കാൻ തുടങ്ങി. വയലൊക്കെ എങ്ങനെ കിടക്കുന്നു? കർഷകർക്ക് വല്ല ഗുണമുണ്ട്? അപ്പോൾ ലോകത്തിൽ ദൈവമില്ലാത്ത ഒരു സംഘടനയോ മതത്തിനോ ഒരിക്കലും ലോകത്തെ നിയന്ത്രിക്കാൻ ഒക്കില്ല. കാരണം എന്താ? ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ദൈവത്തെ കൂടാതെ ഉണ്ടായ മതങ്ങളും രാഷ്ട്രീയങ്ങളെല്ലാം സാത്താന്യമാണത്, തകരുക തന്നെ ചെയ്യും. അതിപ്പോൾ ഇത് പറയുന്നുണ്ട്, ഒരാൾ വന്ന് എൻ്റെ തല വെട്ടിക്കൊണ്ട് കാര്യമുണ്ടോ? പണ്ട് ആശാരി ഉപദേശി പറഞ്ഞ പോലെ, നീ ഒരു തല വെട്ടിയാൽ 9 തല ഉടനെ ഉയർക്കും. അതാണ് ഇതിൻ്റെ മാർഗം. നീ ഒരു തല വെട്ടി ഒഴിട്ടാൽ പെട്ടെന്ന് 9 തലകൾ ഉയരും. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. 1-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിമാർ 10 പേര്, ഏതൊക്കെ? ഡൊമേഷ്യൻ ചക്രവർത്തി, നീറോ ചക്രവർത്തി മുതൽ വെസ്പേഷ്യൻ ചക്രവർത്തി വരെ 10 ചക്രവർത്തിമാരുടെ കാലത്തിൽ ക്രിസ്ത്യാനിത്വത്തെ, ക്രിസ്തുമാർക്ക് ആരാ ക്രിസ്ത്യാനികൾ? ഈ യഹൂദനും റോമനും ഇറ്റാലിയനും എല്ലാം മാനസാന്തരപ്പെട്ട് വന്നവരാണ്. അപ്പോൾ ഇവരെയെല്ലാം ഇല്ലാതാക്കാൻ ഏറ്റവും വലിയ സാമ്രാജ്യം, അതിൽ കൂടുതൽ സാമ്രാജ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 10 ചക്രവർത്തിമാർ എഴുന്നേറ്റ് ക്രിസ്ത്യാനികളെ കൊല്ലാൻ തുടങ്ങി. എങ്ങനെ കൊന്നത്? സിംഹത്തിൻ്റെ വായിലിട്ട് കൊടുത്തു. പട്ടിണിക്കിട്ട സിംഹത്തിൽ മെഴുക് തേച്ച് മരത്തെ തൂക്കി കത്തിച്ചു, തലവെട്ടി ഈർച്ചവാൾ കൊണ്ടറത്തു. ഇങ്ങനെ എത്രയോ മോശമായിട്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി. അതിന് പരിഹരിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവർ പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരുന്നു. നെഹ്റുവിന് ആ കാര്യം മനസ്സിലായിരുന്നു. നെഹ്റുവിനോട് ഒരാൾ പറഞ്ഞു, ഈ ക്രിസ്ത്യാനിത്വത്തെ നിങ്ങൾ മുടക്കണം, ഇല്ലെങ്കിൽ ഇത് വളരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ ബാൻ ചെയ്യണം,
ഇപ്പം നെഹ്റു പറഞ്ഞു തൊടണ്ട, തൊടാൻ പോയാൽ ഈ കൂട്ടർ പെരുകും, തൊടാതിരുന്നാൽ ഇവന്മാർ കുറേ എണ്ണം കാണും, ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ തിന്നും കുടിച്ചും, പിന്നെ കാരണം ബാക്കിലുണ്ടതല്ലേ അങ്ങനെ നശിച്ചോളും. പക്ഷേ തൊടാൻ പോയാൽ ഇത് പെരുകുന്ന ജാതിയാന്ന് പറഞ്ഞു. അതാണ് റോമൻ ഗവൺമെൻറ് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും വന്ന് എന്ത് ചെയ്തു? റോമൻ ചക്രവർത്തി പോലും ക്രിസ്ത്യാനിയായി. നോക്കണം, AD 300 കാലയളവിന് ശേഷം 348 കാലയളവിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി. അതിൽ അമ്മ വിശ്വാസിയായിരുന്നു. അമ്മ വിശ്വാസിയായപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയും ഭക്തിയല്ല ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി വന്നു. അപ്പോൾ താൻ പറഞ്ഞു, ഈ എതിർ ശക്തികളോട് യുദ്ധം ചെയ്ത് ഞാൻ ജയിച്ചാൽ ഞാനും ക്രിസ്ത്യാനിയാകും. പൊരുത്തന പണി നിയമം ചെയ്തു. താൻ തൻ്റെ യുദ്ധോപകരണങ്ങളെല്ലാം കുരിശ് വരയ്ക്കാൻ തുടങ്ങി. പുള്ളി ശരിയായ ഒരു മാനസാന്തരം അല്ലല്ലോ പുള്ളിക്ക്, തീരുമാനത്തിൽ വന്ന വിശ്വാസിയാണ്. ചിലങ്ങൾ പറയത്തില്ല, ഞങ്ങൾ കർത്താവ് ഇന്നത് ചെയ്താൽ ഞങ്ങൾ ഇന്നത് കൊടുക്കാം, ഇല്ലയോ, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെയാകാം, എനിക്ക് രോഗസൗഖ്യമായാൽ സ്നാനപ്പെടാം എന്നൊക്കെ പറഞ്ഞ വിശ്വാസികളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒന്നാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. പക്ഷേ ഏതായാലും യുദ്ധം ജയിച്ചു. താനെ യുദ്ധം ജയിക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോഴേ തനിക്കൊരു സ്വപ്നം കണ്ടു. ആകാശത്തിൽ ഒരു മേഘം കുരിശ് പോലെ നിൽക്കുന്ന പോലെ കണ്ടെന്നാണ് പറഞ്ഞത്. ദൈവം കാണിച്ചായിരിക്കത്തില്ലായിരിക്കാം. അപ്പോൾ തനിക്ക് തോന്നി ഈ കുരിശ് ഒരടയാളം, അങ്ങനെയാണ് ഈ കുരിശിൻ്റെ അടയാളം കൊണ്ടുവരാൻ തുടങ്ങിയത്. അത് എൻ്റെ യുദ്ധപോലുകളെല്ലാം വരച്ചു വെച്ചു. പക്ഷേ യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഫ്രീ ആയി, ഇയാൾ ക്രിസ്തുമതക്കാരനായി. അങ്ങനെ അനേകർ വിശ്വാസം കൂടാതെ മതം മാറി വന്നു. അങ്ങനെയാണ് ക്രിസ്തുമതം ഉണ്ടായത്. ക്രിസ്തുമാർഗം യേശുക്രിസ്തുവിൻ്റെ ജനത്തോടു കൂടി ഉണ്ടായെങ്കിൽ ക്രിസ്തുമതം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ്. അപ്പോൾ ക്രിസ്തുമതം വേറെ, ക്രിസ്ത്യാനിത്വം വേറെ. ക്രിസ്ത്യാനിത്വം ക്രിസ്തുവിൽ കൂടെയും ക്രിസ്തുമതക്കാർ ക്രിസ്തുമതത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് മതത്തിൽ ചേർക്കാൻ, ക്രിസ്തുമതത്തിൽ ചേർക്കാൻ മാമോദിസ വെക്കും. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. വ്യത്യാസം അതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആണ് ഇത് മുൻപോട്ട് വന്നത്. അങ്ങനെ ആ ക്രിസ്ത്യാനിത്തോടെ പകർന്നു മാസം നമ്മുടെ ഇന്ന് കാണുന്ന ബൈബിളിലുള്ളതായ 7 സഭകളുണ്ടല്ലോ. ഈ തുർക്കിയോട് ബന്ധപ്പെട്ട ഫിലദൽഫിയ, ഫിലിപ്പിയ, എഫേസസ്, മുർണ, ഇതെല്ലാം ഈ തുർക്കിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ആൻറ്റി സോഫിയ പള്ളി എന്ന് കേട്ടിട്ടില്ലേ? ആൻറ്റോ സോഫിയ പള്ളി ഇപ്പോൾ തുർക്കിയുടെ കാലം, അതായത് പിന്നീട് വന്ന AD 1500 മുതൽ 1918 വരെ ഉണ്ടായിരുന്ന ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞ ഈ ഇസ്ലാം, തുർക്കികൾ, അറബികളെല്ലാം കൂടെ ചേർന്നുള്ളതായ ഒരു ഭരണ സംവിധാനത്തിൽ അവർ ആ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് എല്ലാത്തിനെയും വളരെ വാളുകൊണ്ടും പിന്നെ നിർബന്ധം കൊണ്ടുമൊക്കെ പലരെയും ഇത് മതം മാറ്റി അങ്ങനെ ആക്കിയെടുത്ത് ആ രാജ്യങ്ങളിൽ നിന്നില്ലല്ലോ. ഇന്ന് കോരിന്തും ഫിലിപ്പിനും എല്ലാം നിർമൂലമായതിൻ്റെ കാരണം അതാണ്. ഇതെല്ലാം ചരിത്രമല്ലേ? അപ്പോൾ അതൊന്നും ചരിത്രമല്ല, അത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നോക്കുമോ? ചരിത്രമാണ്. അങ്ങനെയാണ് ആ സഭകളെല്ലാം ഇല്ലാതായി തീർന്നത്. ഓട്ടോമൻ തുർക്കികൾ 400 വർഷക്കാലം ഇവിടെ ഭരിച്ചു, 1918 വരെ. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഒന്നുകൂടെ പുറകോട്ട് വന്നാൽ BC, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു അല്പം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. എന്താ? BC 4300 വർഷങ്ങളാണ് ചരിത്രം ആരംഭിക്കുന്നത്. ആദാം. അപ്പോൾ ആദാമിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ BC 4300-4000 വർഷങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നീട് നോഹയുടെ കാലം വരുമ്പോൾ BC 3000 ആയി. നോക്കണം, BC 3000-ലാണ് നോഹയുടെ കാലം. അബ്രഹാമിൻ്റെ കാലം വരുമ്പോൾ BC 2000. മോശയുടെ കാലം വരുമ്പോൾ BC 1500. ദാവീദ് വന്ന് രാജ്യം ഭാരം എടുക്കുമ്പോൾ BC 1000. നോക്കണം, BC. പിന്നെ ശലോമോൻ. പിന്നീട് ഇങ്ങോട്ട് 900 വരുമ്പോൾ 920 തോന്നുന്നു ഇസ്രായേൽ രാജ്യം 2 ആയി. ഏതൊക്കെ? ശമരിയായും യഹൂദയും. യഹൂദയുടെ അടിസ്ഥാനം യെരുശലേം, ഇസ്രായേലിൻ്റെ അടിസ്ഥാനം ശമരിയ. ശമരിയർ ജാതികളായി വീണ്ടും മാറി, അവരെ അസൂര്യൻ പിടിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇതിങ്ങനെ വന്നാണ് ബാബിലോൺ ക്യാപ്റ്റിവിറ്റി പോയി. അതിനുശേഷം വീണ്ടും റോമൻ ഭരിക്കാൻ തുടങ്ങി. റോമിൻ്റെ കാലത്തിൽ AD 70 തീത്തോസ് ചക്രവർത്തി വന്ന് വീണ്ടും അവരുടെ ആലയം, ഇപ്പോൾ നെബൂഖദ്നേസറിൻ്റെ കാലത്തിൽ ആലയം ചുട്ടുകളഞ്ഞു. എവിടെ എഴുതിയിരിക്കുന്നത്? നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇസ്രായേലിൻ്റെ ആലയം ചുട്ടു. വായിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലും 2 ദിനവൃത്താന്തം അവസാനത്തിലും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വായിച്ച വാക്യം
2 രാജാക്കന്മാർ 24:10 വായിച്ചേ. 2 ദിനവൃത്താന്തം 36 അധ്യായത്തിൽ 7 വാക്യം 17-19 വായിച്ചേ. 2 ദിനവൃത്താന്തം. யோயாக்கீன் ராஜாவாயிருக்கிற போது 18 வயதாயிருந்தது. எருசலேமிலே 3 மாதம் அரசாண்டான். 2 ദിനവൃത്താന്തം 36:7 വായിച്ച്. 2 ദിനവൃത്താന്തം 36:7, 17, 19. നെബൂഖദ്നേസർ യഹോവയുടെ ആലയത്തിന്റെ ഉപകരണങ്ങളും നെബൂഖദ്നേസർ രാജാവ്, ബാബിലോൺ രാജാവ് വന്ന് ആലയത്തിന്റെ ഉപകരണങ്ങളെല്ലാം ബാബേലിൽ കൊണ്ടുപോയി. ബാബേലിൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. നോക്കണം, എത്ര മര്യാദക്കാരനാണ്. വിഗ്രഹാരാധിയാണെങ്കിൽ പോലും അവൻ ആലയം ഇസ്രായേലിന്റെ അക്രമം നിമിത്തം ദൈവം ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം പോയി തൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ദൈവം അവൻ്റെ മനസ്സിലങ്ങനെ തോന്നിച്ചു. കാരണം ഇത് തിരിച്ചെടുക്കണം. അപ്പോൾ ആലയം ചുട്ടെങ്കിലും ആലയത്തിലെ ഉപകരണങ്ങളൊന്നും നശിപ്പിക്കാതെ കൊണ്ട് സുരക്ഷിതമായി സൂക്ഷിച്ചു. ഇനി 17 വാക്യം വായിച്ചേ. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. ഇസ്രായേലിൽ എന്ത് സംഹാരങ്ങളാണ് നടന്നേ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? 19 വാക്യം വായിച്ച്. 19 കൂടെ. ദേവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദേവാലയം ചുട്ടു, യെരുശലേമിന്റെ മതിലിടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി തീർത്തു. നോക്കണം, ഇതെല്ലാം BC 600 കാലയളവിൽ, ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ. അപ്പം ശലോമോൻ പറഞ്ഞത് ആലയം ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്തിൽ ഇടിച്ചു തകർത്തു. അതിനുശേഷം അവർ പ്രവാസത്തിൽ പോയി. ബാബേൽ പ്രവാസം ഇറാഖിലേക്ക് തന്നെ വീണ്ടും പോയി. അവിടെ പോയി അടിമകളായി ഒരു കൂട്ടർ. ദാനിയേലൊക്കെ അവിടെ ശ്രേഷ്ഠന്മാരായി തീർന്നതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിനുശേഷം BC 536 കോരേശിൻ്റെ കാലം വരെയും ഈ ദിനവൃത്താന്ത പുസ്തകത്തിന് 36 അവസാനം ഒന്ന് വായിച്ചു. 36 അധ്യായത്തിൻ്റെ 22-23 വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിന്റെ മനസ്സുണർത്തിച്ചു. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, പാർസി രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദിലെ യെരുശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചു. കോരസ് എന്ന് പറയുന്നത് പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ചെന്നായ വളർത്തിയ കുട്ടിയാന്നാ പറയുന്നത്. അത് വലിയ ചരിത്രം. അതിപ്പോൾ പറഞ്ഞ നമ്മുടെ സമയങ്ങൾ പോകുമ്പോൾ പിന്നീട് എനിക്ക് പറയാം. ചെന്നായി വളർത്തിയ കുട്ടിയെന്നാണ് കോരസിനെ കുറിച്ച് പറയുന്നത്. ചെറുപ്പത്തിൽ അവൻ്റെ അമ്മയുടെ അപ്പൻ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ജ്യോതിഷകാരൻ, അത് കൈനോട്ട് ജാതകം നോക്കുന്നവൻ പറഞ്ഞു, നിന്റെ മകള് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, അവൻ നിന്റെ തറയെടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഈ മേധ്യനായ രാജാവ് ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ട ഒരു വിഷയമാട്ടോ. അങ്ങനെ ഈ കുഞ്ഞിനെ ഇവരുടെ ഒരു നാടോടികൾ, അല്ലെങ്കിൽ ഇവരെ ഈ രാജ്ഞിയുടെ തോഴിയായ ഒരു നാടോടിയെ ഏൽപ്പിച്ചു. നാടോടി അത് വളർത്തിക്കൊണ്ടിയ സമയത്തിൽ, ആടുകളെ മേയ്ക്കാൻ പോയ സമയത്തിൽ ചെന്നായകളുടെ അറ്റാക്ക് വന്നപ്പോഴേ ഇവർ ഓടിയ സമയത്ത് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ചെന്നായ കൊണ്ട് വളർത്തുന്നതാണ്. അങ്ങനെ 14 വയസ്സ് വരെയോ ഏതാണ്ട് ചെന്നായുടെ പാല് കുടിച്ചാണ് ഇത് വളർന്നത്. അതാണ് ഇവന് പ്രത്യേകമായൊരു സ്വഭാവം ഉണ്ടായത്. 14 വയസ്സ് നഷ്ടപ്പെട്ടവനെ തിരിച്ചു കിട്ടി. വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഇവർ ആടുകളെ മേയ്ക്കാനായിട്ട് പോകുമ്പോൾ ഒരു കൊച്ചൻ 4 കാലം നടക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായ നഷ്ടപ്പെട്ട ആ പയ്യനാണെന്ന് പറഞ്ഞ് വീണ്ടും എടുത്തുകൊണ്ടു. അതിനുശേഷം രാജ്ഞിയെ ഏൽപ്പിച്ചു. ഇവനെ കഥയെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. ഇങ്ങനെയാണ് നീ ചെന്നായുടെ കൂടെ പോകേണ്ടി വന്നത്. നിൻ്റെ വല്യപ്പൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവൻ കയറി മേദി രാജാവിൻ്റെ തലയറുത്തു. അവൻ രാജാവ്. അങ്ങനെയാണ് കോരസ്. അതുകൊണ്ടാണ് യേശു കോരസിൻ്റെ ഇടയൻ. അവൻ്റെ ഹിതമൊക്കെയും യെശയ്യാ 43 അവസാനത്തിലാണ് 44 വായിക്കുമ്പോൾ കോരസിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. കോരസ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കോരസിനെ കുറിച്ച് യെശയ്യാവ് BC 700
BC 500 കാലങ്ങളിൽ നടക്കുന്ന കാര്യം BC 700 ദൈവം ഒന്നേ പറഞ്ഞിരുന്നു. വായിച്ച്, കോരശന്റെ ഇടയൻ 44:28, യെശയ്യാ 44:28. കോരശന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന് എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും അവൻ ഞാൻ കൽപ്പിക്കുന്നു. 45 വായിച്ച്, 45:1. യഹോവ തന്റെ അഭിഷിക്തനായ കോരശനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അഭിഷിക്തനായ, എന്തിനാ? ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിയമിക്കുമ്പോഴാണ് അവനെ അഭിഷേകം ചെയ്യുന്നത്. ഓരോ കാര്യത്തിനു വേണ്ടിയാണ്. അപ്പൊ അഭിഷിക്തനായ, വായിക്കാം, കോരശനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. അങ്ങനെയാണ് പേർഷ്യൻ സംസ്കാരം. രാജാവ് മേദ്യരെ മാറ്റി ഇവിടെ ഇതാ കോരശ് രാജ്യഭരണം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ദാരിവാസിൻ്റെ കാലം കഴിഞ്ഞ്, മേദ്യയുടെ ഭരണം കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യം വന്നപ്പോൾ ആദ്യമായിട്ട് ഈ ബാബിലോൺ ആൾക്കാരെല്ലാം പിടിച്ചുകൊണ്ട് വന്ന ഇസ്രായേലെല്ലാം തിരിച്ചയച്ചു. അങ്ങനെയാണ് എസ്രാ നെഹമ്യ. അപ്പോൾ ഈ വിഷയം നമ്മൾ കാണുമ്പോൾ 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങളുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എസ്രായിൽ വീണ്ടും അത് ആരംഭിക്കുകയാണ്. എസ്രാ, നെഹമ്യാവ്, ഹഗായി പ്രവചനം, സക്കറിയ പ്രവചനത്തിൽ ഈ കോരശിൻ്റെ ആലയം, അതാണ് സെരുബ്ബാബലിൻ്റെ ആലയം എന്ന് പറയുന്നത്. ആ ആലയം ഇസ്രായേൽ വീണ്ടും അവിടെ പണിതിരുന്നു. അപ്പോൾ ശലോമോൻ്റെ ആലയം പണി 70 വർഷത്തെ ക്യാപ്റ്റിവിറ്റി. എന്തുകൊണ്ടാണ് ഇവർ പോയത്? ഇവർ അക്രമം ചെയ്യുമ്പോൾ ദൈവം അവരെ കൈവിട്ട് കളയും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 70 വർഷം കഴിയുമ്പോൾ വീണ്ടും വായിച്ച വാക്യം യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. യിരെമ്യാ 25:9. 25:9-ഉം 29:9 വായിക്കാം. இதோ நான் வடக்கே இருக்கிற சகல வம்சங்களையும் என் ஊழியக்காரனாகிய நேபுகாத்நேச்சார். നോക്കണം, അവിടെ ദൈവം പറയുന്നു, വടക്ക് നിന്ന് ഞാൻ അവരെ കൊണ്ടുവരും, എൻ്റെ ഊഴിയക്കാരനായ അല്ലെങ്കിൽ ദാസനായ നെബൂഖദ്നേസറിനെ ഞാൻ കൊണ്ടുവരും, ഇവരെ മര്യാദ പഠിപ്പിക്കും. ഈ അഹങ്കാരവും നിഗളവും കാണിക്കുന്ന പെന്തക്കോസുകാർക്കിട്ട് മര്യാദ പഠിപ്പിക്കുന്ന പോലെ അതിന് അന്ത്യക്രിസ്തു വരിക. അവൻ വന്നാണ് പെന്തക്കോസുകാരെ മര്യാദ പഠിപ്പിക്കുന്നത്, ക്രിസ്ത്യാനികളെ. ഇതുപോലെ ഈ നെബൂഖദ്നേസർ രാജാവ് വന്ന് മര്യാദ കെട്ടവന്മാർ അല്ലെങ്കിൽ അന്യായം കാണിക്കുന്നവന്മാർ, അനീതി കാണിച്ചവർ, വിഗ്രഹത്തിൻ്റെ പുറകെ പോയവനൊക്കെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നെബൂഖദ്നേസറിനെ ദൈവം അനുവദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ എനിക്ക് വിശുദ്ധ വംശവും രാജരീക പുരോഹിത വർഗമായി ദേശത്തിൽ മാതൃകയായ ഏകദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ പ്രമാണം പറ്റി ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അത് നമുക്ക് ഇവിടെ കാണാം. ആവർത്തന പുസ്തകം 28:1 മുതൽ 15 വരെ വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടും. 15 മുതൽ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ എന്തു ചെയ്യും? ജാതികളുടെ മധ്യയെ നിങ്ങൾ ദേശത്തിൽ നിന്ദകളായി മാറുമെന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചു. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും 22:15 മുതലല്ലേ? ഇനി 21-ാം വാക്യം വായിച്ചു. ആവർത്തന പുസ്തകം 28:21. നോക്കണം, നീ പോകുന്ന ദേശത്തും നിന്നെ മുടിച്ചു കളയും. കാരണം നിന്നെ വെച്ചിട്ട് കാര്യമില്ല. കാരണം നിന്നെ എന്ത് ദേശത്തോടാണോ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, ആ ഉദ്ദേശം തെറ്റി നീ ഇപ്പോൾ എൻ്റെ പദ്ധതിക്ക് വിരോധമായി പോകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് ഓടിച്ചു. അതാണ് ഇസ്രായേൽ ഓടിച്ചതിൻ്റെ കാരണം. അപ്പോൾ ദൈവ പദ്ധതിയിലാണ് ഇസ്രായേൽ ഓടിയതും ആ പദ്ധതിയിലാണ് ഇസ്രായേൽ തിരിച്ചു വന്നത്. അപ്പോൾ മനുഷ്യർക്കാർക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അതിന് എന്തെല്ലാം കാണിച്ചാലും അവർ പരാജയപ്പെടുത്തേ ഉള്ളൂ. 36-ാം വാക്യം വായിച്ച് 22:36. യഹോവ നിന്നെയും നിന്റെ മേലാക്കിയ രാജാവിനെയും നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാതെ ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. ഇനി 38-ാം വാക്യം വായിച്ച്. നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടിക്കിളി തിന്നുകളെ. നോക്കണം, പ്രിയ വിശ്വാസികൾ ഓർത്തോണം, പ്രമാണം തെറ്റി ദൈവത്തിൻ്റെ വഴിയെ വിട്ട് തോന്നിവാസം ജീവിക്കാൻ പോയാൽ അവസാനം എണ്ണി പറയേണ്ടി വരും. കല്യാണം നടക്കുമ്പോൾ തലേ ദിവസം വീട്ടിൽ വെള്ളമടിക്കുന്ന പാർട്ടികളുണ്ട്. ഒന്നിച്ചിരുന്ന് സിനിമ കണ്ട് സന്തോഷിക്കുക, രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോവുക. ഇവരെല്ലാം പെന്തക്കോസുകാരെന്നാണ് പറയുന്നത്. പേഴ്സണലി ചില തെറ്റുപറ്റിയാൽ കരഞ്ഞ് നിലവിളിക്കേണ്ടതിന് പകരം എന്നിട്ട് മാന്യന്മാരായിട്ട് പെന്തക്കോസുകാരായിട്ട് വരികയും ചെയ്യും. വിടില്ല ഒരെണ്ണത്തിനെയും, കേട്ടോ, വിടില്ല. സൂക്ഷിച്ച് ജീവിച്ചോണം. ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എന്നെയോ നിങ്ങളെയോ ദൈവം കൈവിട്ട് കളയും. ഇതെല്ലാം അനുഭവിച്ച് തീർത്താലേ പോകത്തുള്ളൂ. സന്തതികളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. നീ പ്രോത്സാഹനം കൊടുത്ത്
കള്ളു കുടിപ്പിക്കാൻ പഠിപ്പിച്ച് വീട്ടിൽ ഒന്നിച്ച് വെള്ളമടിച്ചവന്മാരും ഒക്കെ ഉണ്ട് പലയിടത്തും. അവന്മാരെല്ലാം സന്തതികളെ കൊണ്ട് നിൻ്റെ മക്കൾ നിൻ്റെ കഴുത്തിന് പിടിക്കുന്ന കാലം വരും. പലരും നടക്കുക. അവരുടെ കത്തിക്ക് നീ ഇരയാകേണ്ട കാലം വരും. കാരണം എന്താ? അവരെ ദൈവഭയത്തോടെ വളർത്തിയില്ല, അഴിച്ചുവിട്ട്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നീ പെന്തിക്കോസ് വിശ്വാസിയായതിനു ശേഷം നിൻ്റെ തോന്നിവാസ ജീവിതം ചെയ്ത് മക്കളെയും പഠിപ്പിച്ചാൽ ചിലപ്പോൾ നീ അവൻ്റെ കത്തിക്കിരയായി തീരുമെന്നുള്ളത് വേദപുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിന് പറ്റിയതാണ്. മാത്രമല്ല ഇവരെ നിന്ദാവിഷയമായി മാറി. 64 വാക്യം വായിച്ച്. 64 28 ആവർത്തനം 28 നോക്കണം. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും. നോക്കണം, ഇതെന്നാ മോശയുടെ കാലത്ത് പറഞ്ഞ കാര്യമാണ്. ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്തും AD 70 ശേഷം ഇസ്രായേൽ അനുഭവിച്ചത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി എന്നവർ മാറി, പിന്നെ ദൈവത്തിൻ്റെ ഇനമെന്ന് പറയാൻ ഒക്കുമോ? ഇത് തന്നെയാണ് നമുക്കുണ്ടാകുന്ന അനുഭവം കേട്ടോ. അത് സൂക്ഷിച്ചോണം. ഇനി എന്ത് ചെയ്തു? ഇവരെ കൊണ്ട് അടിമകളായിട്ട് AD 70 ഇനി വരാൻ AD 70 തീത്തോസ് കൈസറുടെ കാലത്തിൽ ഇതിനെല്ലാം കൊന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിനെല്ലാം വിൽക്കാൻ കപ്പലെ കയറ്റി വിട്ടു. എവിടെങ്കിലും കൊണ്ട് വിൽക്കാൻ പറഞ്ഞു. ഇവർ മിസ്രൈമിൽ ചെന്ന് ഇവരെ ഇവരെമാരെ വേണ്ടെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷമാണ് ഇവരെ അടിമകളായി വിൽക്കാൻ കൊണ്ടുപോയി. കണ്ടാൽ എത്ര യോഗ്യന്മാരല്ലേ? കണ്ടാൽ ആരും വിലയ്ക്ക് വാങ്ങുന്ന പാർട്ടിയില്ല, പക്ഷെ അവരെ പോലും വേണ്ടാതായി. വായിച്ച് 68 വാക്യം വായിച്ച്. 18-68 പെട്ടെന്ന് വായിരേ. നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിൽ ഈജിപ്തിലേക്ക് വീണ്ടും കൊണ്ടുപോകും. പിന്നെ ആരും കാണുകയില്ല, നിങ്ങളെ വേണ്ട ആർക്കും. അതുപോലെ ദൈവത്തെ വിട്ടുപോയവരെ നോക്കണം, നിന്ദാവിഷയമാക്കി തീർക്കും. കർത്താവിൻ്റെ രഹസ്യ വരവിന് ശേഷം പെന്തിക്കോസുകാരെ നിങ്ങളും അനുഭവിക്കാം. നിങ്ങളെ വെറും മനുഷ്യൻ കണ്ട വെറും അവഹേളിച്ച് കളയും. കാണുന്നവരെല്ലാം കാലിട്ട് തട്ടാൻ തുടങ്ങും, ആണിനെയും പെണ്ണിനെയും മക്കളെല്ലാത്തിനെയും. അതുകൊണ്ട് ഈ കാലങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക, ദൈവത്തെ ഭയപ്പെടുക. അങ്ങനെ ഇസ്രായേലിൻ്റെ ആ ക്യാപ്റ്റിവിറ്റിക്ക് ശേഷം വീണ്ടും ഒന്ന് ആലയം പണിതു. അവരെ കോരസിൻ്റെ കാലത്തിൽ ആലയത്തിലെ ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന ഉപകരണങ്ങളെടുത്ത് അങ്ങനെയാണ് സെരുബാബൻ്റെ ആലയം എന്ന് പറയുന്നത്. കർത്താവ് അനുവദിച്ചാൽ ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് 3 ആലയങ്ങളെക്കുറിച്ച് പറയണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. ദൈവം അനുവദിച്ചാൽ അന്നത്തെ ദിവസം അതിനെപ്പറ്റിയെല്ലാം പറയുന്നതായിരിക്കും. അങ്ങനെ ഇസ്രായേൽ ജനം വീണ്ടും AD 70 നമുക്കറിയാം പ്രവാസത്തിലേക്ക് പോയി. അവർ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു സയോണിസ്റ്റ് സംഘം എന്ന് പറയുന്ന 1889 ഈ ചെതറിപ്പോയതായ മനുഷ്യരെ വീണ്ടും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, അത്തിയെ ശപിച്ചു. യേശു പോയ വഴിയിൽ ഒരു അത്തിയെ കണ്ട് ശപിച്ചു കളഞ്ഞു. അപ്പോൾ ചരിത്രകാരന്മാർ എന്തിനാണ് ആ അത്തിയെ ശപിച്ചത്? കാരണം അത് അത്തിപ്പഴ കാലമല്ലെന്നാണ് പറഞ്ഞു. അത്തിപ്പഴ കാലമല്ലാത്തൊരു കാലത്തിൽ മാവ് മാങ്ങ കൊടുക്കാത്തൊരു കാലത്ത് കയറി അവനെ ശപിച്ചാൽ ശരിയാണോ? പേശ് ചെയ്ത് ശരിയാണെന്നൊരു മുസ്ലിം പണ്ഡിതൻ ചോദിച്ചു. അപ്പോൾ അന്നിരുന്ന ഒരു ക്രിസ്ത്യാനി ഒരു പുരോഹിതൻ ആരാണ്, പുള്ളിക്ക് മറുപടി പറയാനറിയാം. പഴയ വേദപുസ്തകം ശരിക്കും പഠിക്കണം. പ്രവാചകൻ്റെ പുസ്തകത്തിൽ, ആമോസിലെ ഒരു പുസ്തകത്തിലുണ്ട്, ഇസ്രായേൽ ജനങ്ങളെ ഞാൻ അത്തിവൃക്ഷത്തിൻ്റെ തലക്കനികളെ പോലെ കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ അത്തിയെ നോക്കുമ്പോൾ തലക്കനികൾ ഉണ്ടാകുന്ന സീസണാണ്. നമ്മൾ ചിലപ്പം മാവ് കല്യാണത്തില്ലേ, അത് കായ്ക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ തലക്കനി ഉണ്ടാകും തലേവർഷം. ഈ തലക്കനി ഉണ്ടാകുന്ന സമയത്തിന് ശേഷം അത് തളർക്കും, അടുത്ത വർഷം ഒരുപാടുണ്ടാകും. അപ്പോൾ ഇത് അത്തിപ്പഴക്കാലമല്ല, പക്ഷേ ആദ്യ ഫലങ്ങളെ, കനികളെ ഉണ്ടാക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ യേശു നോക്കിയത് ഒരുപാട് പഴമല്ല, അതിൻ്റെ തലക്കനികൾ. പിതാക്കന്മാരെ, തൻ്റെ മാർഗത്തെ പിന്തുടർന്ന് പോകേണ്ട പിതാക്കന്മാരെ നോക്കി ആരുമില്ല. പിന്നെന്ത് ചെയ്യും? താൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരെന്നെ കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് യേശു ആത്തിയെ ശപിച്ചത്. തൊഴിലായി അങ്ങനെ അത്തി ശപിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് പറയുമ്പോൾ അത്തി തളർക്കുന്നു കാണുമ്പോൾ വേദനടുത്തിരിക്കുന്നു. ജാതികളുടെ ഭ്രംശം, ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഇസ്രായേലിൻ്റെ ഭ്രംശം എവിടാ? റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-25 വായിക്കുന്നുണ്ട്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം ലോകത്തിൻ്റെ യഥാസ്ഥാനത്തിന് എത്ര? ഇത് പൗലോസ് എന്ന് പറഞ്ഞതാണ്. 1948 നടക്കുന്ന സംഭവം 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അത് നേരത്തെ പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇതാണ് ബൈബിളിൻ്റെ പ്രാധാന്യം.
ബൈബിളിൽ നിന്നും എടുത്തു, അവിടുന്ന് എടുത്തൊക്കെ ഉണ്ടാക്കിയ മതങ്ങളെല്ലാം ഇവിടുന്ന് പറഞ്ഞു താളുക. എന്താ കാരണം? ഒന്നും ഒപ്പിക്കാൻ ഒക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് വേറൊന്ന് വരുമ്പോൾ തെറ്റിപ്പോകുന്നു, ഒരുത്തം പറയുന്നത് വേറൊന്ന് തെറ്റിപ്പോകുന്നു. പക്ഷെ ബൈബിൾ തെറ്റത്തില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിയോ പിന്നെ ട്രാൻസ്ലേഷൻ ഒന്നും ചില കുറവുകളുണ്ടായിരിക്കും, വ്യാഖ്യാനിക്കുന്നവർക്കുള്ള അത് പ്രശ്നം ഉണ്ടാകും. വായിച്ചേ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. റോമർ 11:15 വായിക്കാം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. നോക്കണം, അവരുടെ ഭ്രംശം. പൗലോസ് പറഞ്ഞു, ഞാൻ ആദ്യം നിങ്ങളോട് സുവിശേഷം അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു, നിങ്ങൾ കൈക്കൊണ്ടില്ല, ഇതാ ഞാൻ ജാതികളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അനുസരണക്കേട് നമുക്ക് ഗുണമായി. ഇസ്രായേൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഗുണമായി, നമുക്കതുകൊണ്ട് വളരെ പ്രയോജനമായി, ഇല്ലയോ? ചില വീടുകളിൽ ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ ഒഴിവാക്കി കുടുംബത്തെ ഇങ്ങനെ സ്നേഹിപ്പിച്ചു കൊണ്ടുവന്ന് ചില ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഭാര്യ അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ചതിവ് കാണിക്കുമ്പോഴേ ഭർത്താവിന് പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് തിരിയും. ഇവനെ കൊടുത്തിട്ട് ദാനം കൊടുക്കാൻ തുടങ്ങും. ഇതുപോലെ ഇസ്രായേലിൻ്റെ അനുസരണക്കേടിൽ പ്രിയപ്പെട്ടവരെ ജാതികൾക്ക് രക്ഷ വരാനും എല്ലാവർക്കും വേണ്ടി രക്ഷ കൊടുത്തെങ്കിലും കർത്താവ് കംപ്ലീറ്റ് അങ്ങ് തിരിഞ്ഞു. നിയമന്മാരെ നോക്കിയിട്ട് കാര്യമില്ല, വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെടട്ടെ. പൗലോസ് തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന ഈ രക്ഷയൊക്കെ പ്രാപിപ്പാൻ നമ്മുടെ തോമാസ്ലിയൊക്കെ വന്ന് ഈ സുവിശേഷം അറിയിക്കാൻ ഇടയായി. പക്ഷേ അതുകൊണ്ടും പല ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പെന്തിക്കോസിൻ്റെ ഉണർവ് രണ്ടാമതുണ്ടായതിനു ശേഷമാണ് ഇത്രയും മനോഹരമായ ഒരു അവസ്ഥ നമുക്ക് കേരളത്തിൽ ഉണ്ടാകാനിടയായത്. അവരുടെ ഭ്രംശം വായിക്കാം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ അംഗീകരിക്കാതിരിക്കാൻ ഒക്കുവോ? ഇതൊക്കെ ഇത്രയും തെളിവായിട്ട് കൊടുത്തിരിക്കുകയല്ലേ. അത് 1948 എന്ന് പറയുന്നത് അല്ലല്ലോ, എന്ന് തുടങ്ങിയതാ. ഇറാഖിൽ നിന്ന് അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ എടുക്കേ. ഇനി അതിനു മുമ്പ് മോശയുടെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ളതായ ആദാമിൻ്റെ കാലം മുതലുള്ള ചരിത്രം പറയുന്നെങ്കിലും അത് വേണ്ട. BC 1095 അബ്രഹാമിൻ്റെ കാലം മുതലുള്ള ചരിത്രം ഇസ്രായേൽ പറയാൻ അവകാശമില്ലേ? ഉണ്ടല്ലോ. ഇപ്പോൾ അവരുടെ അംഗീകരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ. ആ പദ്ധതിക്കെതിരായിട്ട് കേരളത്തിലുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? മക്കളെ, നിങ്ങൾ ഒന്നുകിൽ മുട്ടുകുത്തി പടച്ചവനോട് ചോദിയില്ലേ. കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ ദൈവം ഇല്ലയെന്ന് പറയട്ടെ, ദൈവമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമുള്ളവരുണ്ടല്ലോ. ഒന്ന് മുട്ടുകുത്തേ. നീ വിളിക്കുന്ന എന്താ പേരിലും ആയിക്കോട്ടെ, പടച്ചവനെന്നോ അള്ളായെന്നോ അല്ലെങ്കിൽ പിന്നെന്തുവാ ഏതെങ്കിലും പേരിൽ ഒന്ന് പറയണം. ആകാശവും ഭൂമി സൃഷ്ടിച്ചവനായ ദൈവമേ എന്ന് പറ. ആകാശവും ഭൂമി സൃഷ്ടിച്ചവനായ പടച്ചവനെ എന്ന് പറ. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കോൺഗ്രസ് ഒന്ന് മുട്ടുകുത്തടോ. എന്നിട്ട് ദൈവത്തോട് ചോദിയില്ലേ, ദൈവമേ ഇതിൻ്റെ അവസാനം എന്താകും? ഞങ്ങൾ പറഞ്ഞു തരാന്നേ, അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ പോയി നശിക്കണോ പ്രിയ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, അറിവുള്ളവർക്കെല്ലാം കൊടുക്കുക, കേൾക്കട്ടെ ഇവർ. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ ആഴ്ചയിലാണ്. ആദ്യം ഇസ്രായേലും അറബികളും എന്നുള്ളതായ വിഷയം ഇപ്പോഴും ആൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് സൈന്യം യെരുശലേമിനെ വളയുമ്പോൾ ആ രണ്ടാമത്തെ, ഇത് 3ാമത്തെ പാർട്ടാണ്. ഇത് കുറച്ചുകൂടെ ഇനി 1-2 പാർട്ടുകളുണ്ട്. അതുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബൈബിൾ നിങ്ങൾക്ക് പഠിക്കാം. അല്പം പോലും ഇതിനകത്ത് നമ്മൾ ഇത് ചേർക്കുന്നില്ല, കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഒന്നും വേണ്ട, ഇതൊന്നും പഠിച്ചില്ലേലും മുട്ടുകുത്തി ഒന്ന് ദൈവമേ എന്ന് വിളി, സർവശക്തനായ ദൈവമേ എന്ന് വിളി. എന്നിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ വ്യക്തിപരമായിട്ട് സമൂഹം ഇങ്ങനെ പോകും. വ്യക്തിപരമായ നിനക്ക് രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞു തരികയാണ്. ആ മുട്ടുകുത്തി ചോദിര്, അല്ലെങ്കിൽ യേശുവേ നീ യഥാർത്ഥ രക്ഷകനെങ്കിൽ എന്നെ സന്ദർശിക്കാൻ പറ. അങ്ങനെ പറയുമ്പോൾ ദൈവം ഒരു ചാൻസ് തരും. എന്നെ അങ്ങനെയാണ് മുറിയിൽ വെച്ച് ആരും പറഞ്ഞിട്ടല്ല, എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കണ്ണു തുറന്നു, യേശുവിനെ കണ്ടു 1978. അതിനുശേഷമാണ് ഈ സത്യത്തെ പിൻപറ്റിയത്. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യങ്ങൾ. ചെറിയ കുഞ്ഞ് നടിച്ചാൽ മതി, ടെസ്റ്റ് മണി നടിച്ചാൽ കിട്ടും. ഇങ്ങനെ എത്രയോ മനുഷ്യ സാക്ഷ്യമുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ പലരും യേശുവിനെ കണ്ട ചരിത്രം. ഇതെല്ലാം കേൾക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ ഇസ്രായേൽ 1948 അങ്ങനെ AD 70 ചെതറിയവരെ വീണ്ടും അവരെ കൊണ്ടുവരാൻ വേണ്ടി സയോണിസ്റ്റ് സംഘം, അതായത് സിയോൻ സംഘം എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായി. അതിൻ്റെ അർത്ഥം അവർ എന്ത് ചെയ്തു? ഇസ്രായേലിനെ സ്നേഹിതന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവരാണ് AD 1889 മുതൽ
ലോകവ്യാപകമായി കിടന്ന യഹൂദന്മാർ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കി കൊടുത്തത്. അങ്ങനെ വഴിയൊരുക്കുന്ന സമയത്തിൽ പലരും വരാൻ തുടങ്ങി. അന്ന് തരിശുഭൂമിയായി കിടന്നതാണ്, പാഴും ശൂന്യമായി കിടക്കുകയായിരുന്നു. ആർക്കും വേണ്ട, തിരിഞ്ഞു പോലും നോക്കാത്ത രാജ്യം. ഓട്ടോമൊബൈൽ എംപയർമാർ അവിടെ ഭരിക്കുന്ന സമയത്തിൽ ഈ സിയോണിസ്റ്റ് സംഘങ്ങൾക്കെല്ലാം വൻ വിലയ്ക്ക് പാഴുശൂന്യമായ സ്ഥലം കൊടുക്കാമെന്നുള്ള ഒരു വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിളൊരു വാക്യമുണ്ട്, വില കൊടുത്ത് സ്ഥലം വാങ്ങിക്കുന്നൊരു വാക്യമുണ്ട് കേട്ടോ. ഞാൻ ആ വാക്യം കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ പോയി വിലയ്ക്ക് വാങ്ങിക്കുമെന്നാണ്, വില കൊടുത്ത് വാങ്ങിക്കുമെന്നാണ്. വാക്യം അറിയാമോ? ഇസ്രായേൽ ദേശത്ത് നിങ്ങൾ തിരിച്ചു പോയി ആ സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കേട്ടോ. അങ്ങനെ വാക്യമുണ്ട്, പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചവരുണ്ട്, പോയി അന്യായ വിലകൾ കൊടുത്ത് സ്വന്തമായ സ്ഥലം വാങ്ങിച്ചവരുണ്ട്. സ്വന്തം സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കുന്നൊരു വാക്യമുണ്ട്. അങ്ങനെ വാങ്ങിച്ചവരുമുണ്ട്. അതിനുശേഷം ഇവർ പല സന്ദർഭങ്ങളായിട്ടവിടെ കൃഷി ചെയ്യുകയും ജീവിക്കുകയും, അന്നവിടെ ജാതി മതമൊന്നുമില്ല, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. ഈ പാലസ്തീൻകാരെന്ന് പറയുന്ന ഒരാളാ. പാലസ്തീൻകാരുടെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, നെബൂഖദ്നേസറിൻ്റെ കാലത്തോട് പാലസ്തീൻ രാജ്യം ഇല്ലാതായി. പാലസ്തീൻ രാജ്യം അന്നില്ലാതായി. പിന്നെ ഏതോ സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ജനിച്ചു വന്നവരും മറ്റുള്ളവരെല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് പ്രത്യേകിച്ച് ജാതി മതമൊന്നും ഇല്ലാതെ അവിടെ ജീവിക്കുകയായിരുന്നു. പിന്നെ AD 600 കാലയളവിൽ 700-ൽ നബിയുടെ കാലത്തിന് ശേഷം, മുഹമ്മദിൻ്റെ കാലത്തിന് ശേഷം, മുഹമ്മദിൻ്റെ പിൻഗാമികളായിട്ട് കുറേ ഖലീഫമാർ എഴുന്നേറ്റു. ഉമ്മർ, അലി, അബൂബക്കർ, ഉസ്മാൻ. ഇവർ വാളും പരിചയം എല്ലാം കൊണ്ടിറങ്ങി സുവിശേഷം പറഞ്ഞൊന്നുമല്ലല്ലോ. അങ്ങനെ രാജ്യം പിടിച്ചടക്കി യെരുശലേമിനെയും പിടിച്ചടക്കി. യെരുശലേമിൽ 700-ൽ ഉമ്മറാണ് ഈ പള്ളി സ്ഥാപിക്കാൻ പോയത്. ഇന്നത്തെ മോസ്കെല്ലാം AD 700-ലുണ്ടായതാണ്. അങ്ങനെ സ്ഥാപിച്ചതാണ് ഇന്ന് കാണുന്ന ഇസ്ലാമിൻ്റെ പള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമികളാണ് 700-ന് ശേഷം, അറബികളല്ല. അറബികളിൽ നിന്നും മറ്റുള്ളതെല്ലാം പല വിധത്തിൽ ഇസ്ലാമികളായി മാറിയെടുത്തു. അതാണ് ചരിത്രം. അങ്ങനെ ഈ പള്ളികളെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഭയങ്കര യുദ്ധമുണ്ടായി. അതിനുശേഷമാണ് ലത്തീൻകാർ, ക്രിസ്ത്യാനികൾ, ക്രൂസൈഡ്, കുരിശ് യുദ്ധം എന്നും പറഞ്ഞ് അവർ ഇംഗ്ലണ്ടിലെ രാജാവിനെയും ഫ്രാൻസിലെ രാജാവിനെയും പോപ്പ് കൂടെ അനുവാദം കൊടുത്ത് ഇറക്കി. കുരിശ് യുദ്ധക്കാർ വന്ന് ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളെ വെട്ടി നോക്കി. അവരും അതാ ചെയ്ത് അങ്ങനെ രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെ വീണ്ടും യെരുശലേം അവരുടെ വീട്ടിലായി. പിന്നീട് അതിനുശേഷമാണ് വീണ്ടും ഇസ്ലാമിസ്റ്റിലെ അലാവുദ്ദീനും കൂട്ടരൊക്കെ വന്ന് വീണ്ടും തിരിച്ചു പിടിച്ചു. പക്ഷെ താൻ കുറച്ചുകൂടെ സമാധാനമുള്ളവനായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചരിത്രം പറയുന്നത്. എന്നാൽ 1917-ൽ നോക്കണം, 17 വരെയും 1400 വർഷക്കാലം ഓട്ടോമൻ എംപയർമാർ ഭരിച്ചിരുന്ന സ്ഥലം ബ്രിട്ടീഷുകാരുടെ അധീനയിലായി. എങ്ങനെ? 1-ാം ലോകയുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു. അവരെ സഹായിച്ച ഈ യഹൂദന്മാർക്ക് വേണ്ടി അവർ രാജ്യം പ്രഖ്യാപിച്ചെങ്കിലും അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. നോക്കണം, 1917-ന് ശേഷം ഇത് ഇവരുടെ കൺട്രോളിങ്ങിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അവർ 3ആയിട്ട് വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസ ആ ഭാഗങ്ങളും പിന്നെ ഇസ്രായേലുള്ള സ്ഥലങ്ങളും വീതിച്ചു കൊടുത്തെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചെങ്കിലും അവിടെയുള്ള തീവ്ര ഗ്രൂപ്പുകൾ ഇതിനെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു ഇസ്രായേലിനെ തുടച്ചു നീക്കണം, ഇതില്ലാതാകണം, ഇവന്മാർ ലോകത്തിലുണ്ടാകാൻ പാടില്ല, ഞങ്ങൾ മാത്രമേ ആകാവൂ എന്നുള്ള തീവ്ര ഗ്രൂപ്പുകളാണ് പാലസ്തീൻ രാജ്യം പോലും അവിടെ പ്രഖ്യാപിക്കാൻ ഇടയാകാതെ വന്നത്. പിന്നീട് യാസർ അറാഫത്ത്, അറബിയല്ലല്ലോ അല്ലെങ്കിൽ പലസ്തീനല്ലല്ലോ, ഖെയ്റോയിൽ ജനിച്ചു വളർന്ന യാസർ അറാഫത്ത് ഒരു തീവ്ര ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. പിന്നീട് താൻ സമാധാനത്തിലേക്ക് വന്നു. അതിനുശേഷമാണ് PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. പക്ഷേ ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലയോ, അതിൻ്റെ പ്രത്യാഖ്യാതമാണ് ഈജിപ്തുകാർ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഏറ്റെടുത്ത ഈ PLO സംഘത്തിൻ്റെ തലവനെ അല്ലെങ്കിൽ അതിന് മുൻതൂക്കം കൊടുത്ത ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തിനെ ഇവർ തട്ടിക്കളഞ്ഞു. കാരണം ഇത് പാലസ്തീൻ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ തീവ്ര ഗ്രൂപ്പിന് ഇഷ്ടമേ അല്ല. ഇത് കേരളത്തിൽ പലർക്കും അറിയത്തില്ല. ഇവരിത് വെച്ചുകൊണ്ട് കളിക്കുകയാണ്. ഇപ്പോൾ എത്ര പലസ്തീൻകാരെ ചാത്തുപോകുന്നത്. എന്നാൽ ഇവന്മാർ ഒരു മുന്നിൽ വരണ്ടേ, ശരി ഞങ്ങൾ അടിമ വിട്ടേക്കാം, ഒഴിവാക്കുക, ഇല്ല. ഇതാണ് ആ തീവ്ര ഗ്രൂപ്പിന്. അതിനെയാണ് കേരളത്തിലും പലരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വിജയിക്കുന്ന കാര്യമല്ല, ദൈവം നിശ്ചയിച്ച് മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ ഇത് അടിച്ചടിച്ച് ചാകണം, അത് വേറൊരു വിഷയമാണ്. ഈ തീവ്ര ഗ്രൂപ്പുകളെല്ലാം ക്രിസ്ത്യാനികളായാലും ശരി, ക്രിസ്തു മതത്തിലും യഹൂദ മതത്തിലും ഇതെല്ലാം അടിച്ച് തകർന്നതിന് ശേഷം ഒരു സമാധാന ഗ്രൂപ്പ് ഉണ്ടാകും. നെബൂഖദ്നേസറിൻ്റെ കാലത്തിൽ
എന്താ സംഭവിച്ചേ? എളിയ ജനം, ഇല്ലയോ? ഒരു എളിയ ജനം. വായിച്ച് ഇരമ്യാ പ്രവചനം 28:68 വായിച്ച്. ഇരമ്യാ പ്രവചനം 28:68 അവിടെ വായിക്കുമ്പോൾ നിങ്ങൾ പോയി സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കുമെന്നാണ്. വായിച്ച് പെട്ടെന്ന് വായിരേ. ഇരമ്യാ പ്രവചനം 28:68 ഇല്ലയോ? 68 വാക്യമില്ലേ? 32 അവസാനം. അല്ല, അടിമുളായി വിൽക്കും, ഇല്ലയോ? അതാണ് ആ വാക്യം. അടിമുളായി വിൽക്കുമെന്നുള്ള വാക്യമാണ്. എന്നാൽ വേറൊരു വാക്യത്തിൽ ഇതുണ്ട് കേട്ടോ. 32 അവസാനത്തിൽ ഇരമ്യാ 32:41 വാക്യം വായിച്ച്. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. നോക്കണം, വീണ്ടും അവരെ ദേശത്ത് നടും. പിന്നെ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു. നോക്കണം, 1940 കാലയളവിൽ മനുഷ്യരും മൃഗവും ഇല്ലാതെ ശൂന്യമായി കിടന്നിരുന്ന അന്ന് ഇവർക്കാർക്ക് തിരിഞ്ഞു നോക്കാൻ സാധിച്ചില്ലല്ലോ. ഇസ്രായേൽ ജനം വീണ്ടും വന്ന ഇത് വിലയ്ക്ക് വാങ്ങിച്ചും ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ചു കൊടുത്ത് അതിനെ ഫ്ലറീഷാക്കി, അതിനെ മലർവാടിയാക്കിയപ്പോൾ റഷ്യൻ സാമ്രാജ്യത്തിനും ചൈനയ്ക്കും ഇപ്പോൾ ഇസ്രായേൽ ആവശ്യമാണ്. അവിടെ ചെങ്കടലിൽ കിടക്കുന്ന ആ ധാതുക്കൾ ഇനിയുള്ള മൂന്നാം ലോകത്തിന് അത് ആവശ്യമാണ്. അതിനെ കൈവശമാക്കാൻ വേണ്ടിയാണ് ഈ തീവ്രവാദികൾ അമേരിക്കയും റഷ്യയും ചൈനയും ഇസ്രായേലിനെ കൈവശപ്പെടുത്തുക എന്നുള്ള തന്ത്രം അവർക്കുണ്ട്. അമേരിക്ക കുറച്ചുകൂടെ ലിബറലാണെങ്കിലും റഷ്യയ്ക്കോ ചൈനയ്ക്കോ മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിലെ ഈ ചെങ്കടലിൽ കിടക്കുന്ന യുറേനിയം ഇങ്ങനെയുള്ളതായ ധാതുക്കൾ ആവശ്യമാണ്. ആ സമൃദ്ധിയുള്ള രാജ്യത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇനി ലോകരാജ്യം നിലനിൽക്കുന്ന അറിയാവുന്ന തന്ത്രമാണ് ഈ സാമ്രാജ്യങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു, ശൂന്യമായി കിടക്കുന്ന ഈ സ്ഥലം 1889 മുതൽ അവർ വിലയ്ക്ക് വാങ്ങിച്ചും വന്നു കയറിയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മരുഭൂമിയെ മലർവാടിയാക്കിയപ്പോൾ ഇപ്പോൾ അസൂയ, ചുറ്റും കിടക്കുന്നവർക്ക് അസൂയയാണ്. എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അവരെല്ലാം വിചാരിച്ച പ്രശ്നം തീരത്തില്ലേ? തീരാൻ ഒക്കുന്നില്ലല്ലോ. അപ്പോൾ നല്ല ഉദ്ദേശമല്ല. ഇസ്രായേലിനെ തുടച്ചു നിൽക്കണമെന്ന് നാസർ പ്രഖ്യാപിച്ചു നടന്നോ? ഇല്ല. ഇതുപോലെയുള്ള ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ദൈവം കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് സമാധാനം വരേണ്ടത് ആവശ്യമാണ്. അത് വരികയും ചെയ്യും കേട്ടോ. അത് പിന്നീട് പറയാം. നാട്ടു വായിച്ച്. കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും. നോക്കണം, നിലങ്ങളെ എന്ന് പറഞ്ഞ കാര്യമാണ്. നിലങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കും. BC 600 കാലയളവിൽ ഇത് ഇരമ്യാ പറഞ്ഞ വചനമാണ്. നിങ്ങൾ പോയി ആ നിലങ്ങളെ, പാഴും ശൂന്യമായി കിടക്കുന്ന ഇസ്രായേൽ ദേശം നിങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കും. നോക്കണം, അതുപോലെ തന്നെ അവർ വിലയ്ക്ക് വാങ്ങിച്ചു. ഇവന്മാരല്ല ഈ വചനത്തെ വലിയ വിശ്വസിക്കുന്നവരാണ് കേട്ടോ കുറേ പേര്. ആ പോയി വിലയ്ക്ക് വാങ്ങിച്ചു, അന്യായ വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലങ്ങളാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകൾ വഴക്കുണ്ടാക്കി വീണ്ടും അതിനെ ബാൻ ചെയ്തു. പിന്നെ അവിടെ ഉള്ളവർക്ക് വാങ്ങിക്കാവുന്നതായി, വരുത്തന്മാർക്ക് പറ്റത്തില്ല. അങ്ങനെ നല്ലൊരു ശതമാനം അവരുടെ കൈവശമായി. എങ്കിലും ഒരു പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ ഈ തീവ്ര ഗ്രൂപ്പുകൾ തയ്യാറല്ല. അതാണ് വിഷയം. അപ്പോൾ അവരെന്ത് ചെയ്തു? 1948 ഇസ്രായേൽ രാജ്യമായ ഉടനെ തന്നെ അയൽ രാജ്യങ്ങൾ ചുറ്റും കിടക്കുകയല്ലേ, ഇവരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് വന്നു. നടന്നില്ല. 58 രണ്ടാമത്തെ യുദ്ധം, 67 6 ദിവസത്തെ യുദ്ധം. അതോടുകൂടി അവർ സുയസ് കനാൽ, അടുത്തത് ഈജിപ്തിൻ്റെ സകല ഐശ്വര്യങ്ങളുടെയും സമ്പത്തിൻ്റെ ഉറവിടമായ സുയസ് കനാൽ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ യെരുശലേമും എമൗസും എരിഹോയും ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ചേർന്നതാണ്. അത് ഇസ്രായേലിൻ്റെ അല്ലേ, അതും തിരിച്ചു പിടിച്ചു. പിന്നീട് സിറിയ ദേശത്തുള്ളതായ ഗോലാൻ കുന്ന് അതും പിടിച്ചു. ഈജിപ്തിൻ്റെ ഇത് ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് കിടക്കുന്ന ഗാസ എല്ലാം പിടിച്ചെടുത്തു. അതൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഏകദേശം അവർ അനുസരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഗ്രൂപ്പ് സമ്മതിക്കണ്ടേ? അവർ ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്നാണ് പറഞ്ഞു, ഇല്ലാതാക്കണം. അപ്പോൾ ആർക്ക് വിരോധമാണ്? ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധം. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു മാനവരക്ഷയുടെ രക്ഷയ്ക്കായിട്ട്. അവൻ ക്രൂശിൽ മരിക്കണമെന്നും 3-ാം ദിവസം ഉയർക്കണമെന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം നടക്കുമ്പോൾ ഇസ്ലാം എന്താ പറയുന്നത്? യേശുവിനെ ക്രൂശിച്ചില്ല. യേശുവിനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ പിലാത്തോസിന് മുമ്പിൽ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അപ്രത്യക്ഷനായി. ഇത് ഇസ്ലാം 700 ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രചരണം ഉണ്ടായല്ലോ. എന്നാ യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റപ്പോൾ
ഇസ്രായേൽ ജനമാണ് ഈ കള്ളപ്രചരണം ആദ്യം ഉണ്ടാക്കിയത്, ഇസ്ലാമല്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നുള്ള കള്ളപ്രചരണം ഇസ്ലാമിനേക്കാൾ മുമ്പ് യഹൂദന്മാരാണ് പ്രഖ്യാപിച്ചത്. എങ്ങനെ അറിയാം? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? കാശ് കൊടുത്ത് പട്ടാളക്കാരെ കൈവശമാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഈ ശിഷ്യന്മാരാരാ? പേടിത്തൊണ്ടന്മാർ. യേശുക്രിസ്തു ക്രൂശിച്ചോടുകൂടി എല്ലാം പോയി മാളത്തിൽ ഒളിച്ച പത്രോസും ഗ്രൂപ്പും വന്ന് ഓടിച്ചോണ്ട് പോയത്. അങ്ങനെ കഥ ബൈബിളിൽ ഇല്ലയോ? അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെന്ന് പറയുന്ന ഇസ്ലാമിനേക്കാൾ മുമ്പ് ആര് പറഞ്ഞു? യഹൂദര്. പിന്നീടാണ് ഇസ്ലാം. എന്തിനാണ് പറയിപ്പിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ സകലതോടും കൊണ്ട് അവസാനിക്കും. അപ്പോൾ പിശാചിനോ ലോകത്തിനോ ലോജിക്കലായിട്ടോ മതങ്ങൾക്കോ തങ്ങളുടെ വ്യവസ്ഥ സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പ്രചരണം അവർ മാക്സിമം ഉരുക്കുമുഷ്ടിയോടുകൂടി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങളെത്ര സ്ഥാപിച്ചാലും 2 ദൂതന്മാർ ആദ്യമേ ഡിക്ലെയർ ചെയ്തു, അവനിവിടെ ഇല്ല. മറിയയും സഹോദരിയും കൂടെ വന്നപ്പോൾ ദൂതന്മാർ പ്രഖ്യാപിച്ചു, വന്ന് കാൺമീൻ, അവൻ മരിച്ചോടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതാ തുറന്നു കിടക്കുന്ന കല്ലറ ഇന്നും അവിടെ കിടപ്പുണ്ട്. നോക്കണം, ആ കല്ലറ അടയ്ക്കാൻ ഒരു യഹൂദൻ്റെ നാട്ടിലല്ലേ കല്ലറ, എന്തുകൊണ്ട് അവന്മാർ അടയ്ക്കുന്നില്ല? പിന്നീട് വന്ന് ഇസ്ലാമിന് എന്തുകൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്തുകൊണ്ട് വിലാപം മുതൽ തുറക്കാൻ കഴിയുന്നില്ല? ഇനി അടുത്ത ആലയം സ്ഥാപിക്കുന്നവരെ ഇസ്രായേൽ വിലപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. എന്താ കിഴക്കൻ വാതിൽ ഇതുവരെ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്? സുൽത്താൻ അത് തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എന്താ കാരണം? എസെക്കിയേൽ പ്രവചനത്തിലുണ്ട്, 44 കണ്ടുണ്ടല്ലോ. രാജാവ് യേശുക്രിസ്തു തിരിച്ചു വരും. അന്ന് ഓശാന ദിവസത്തിൽ ആ കിഴക്കൻ വാതിലിൽ കൂടെ രാജാവ് പ്രവേശിച്ചു. സക്കറിയാ പ്രവചനത്തിൽ വാക്യമുണ്ടല്ലോ, സിയോൻ പുത്രിയെ 9-ാം അധ്യായത്തിൽ വായിച്ച്, അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് ചെറുകഴുതയുടെ പുറത്ത് കടന്നു വരുന്ന സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാണ്. 9:9. ഇത് യഹൂദന്റെ പുസ്തകമായത്. എന്നിട്ട് എന്തുകൊണ്ട് അവർ കളയുന്നില്ല? ക്രിസ്ത്യാനിക്ക് പഴയ നിയമം പിന്നീടല്ലേ? ക്രിസ്ത്യാനിക്ക് പുതിയ നിയമമാണ്. അത് റെഫറൻസിന് വേണ്ടിയാണ് നമ്മൾ പഴയ നിയമം എടുക്കുന്നത്. പഴയ നിയമം അല്ല നമ്മുടെ വിഷയം, പുതിയ നിയമമാണ്. പക്ഷേ യഹൂദന്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ഈ മശിയ കിഴക്കൻ വാതിൽ കൂടെ പ്രവേശിക്കും. വായിച്ചു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. പിന്നെ അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. അതാണ് അവസാന ദിവസത്തിൽ അവൻ കയറിയ വാതിൽ അടയ്ക്കപ്പെട്ടു. എസെക്കിയേൽ 44 വായിച്ച്, ഇനി അത് തുറക്കണമെങ്കിൽ ആ മശിഹ തിരിച്ചു വരണം. നിങ്ങളുടെ കണ്ണ് തുറക്ക് പ്രിയരേ. അപ്പോൾ 44:2 വായിച്ച്, എസെക്കിയേൽ 44:2, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെയും എന്തുകൊണ്ടത് അടയ്ക്കപ്പെട്ട് കിടക്കുന്നു? തുറക്കാൻ ഒരുത്തരും കഴിയയില്ല. കാരണം ദൈവം അടച്ചതാണ്. ദൈവം അടച്ചെങ്കിൽ ദൈവം തുറക്കും. അതുകൊണ്ടാണ് പിന്നീട് വന്ന സുൽത്താൻമാർക്കോ യഹൂദന്മാർക്കോ അത് തകർക്കാൻ കഴിയുകയില്ല. അവർ മശിഹയെ അംഗീകരിക്കുന്നില്ലല്ലോ. അവർ മശിഹ കള്ളനാണെന്നാണ്, വ്യഭിചാരപുത്രനാണ്, അവൻ വഞ്ചകനാണെന്ന് പറയുന്ന യഹൂദന്മാർക്ക് പോലും ആ ഗേറ്റ് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവൻ ദൈവപുത്രനായിട്ട് കയറി പ്രവേശിച്ചു. ഇനി അവരുടെ പുസ്തകത്തിൽ തന്നെ, യഹൂദന്മാരുടെ പുസ്തകമായ എസെക്കിയേൽ പ്രവചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ആ മശിഹ തിരിച്ചു വന്നല്ലാതെ ഈ വാതിൽ തുറക്കുകയില്ല. വായിക്കാം. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. ഇസ്രായേൽ അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ ദൈവമാണ് നിന്നെ കൊണ്ട് അംഗീകരിപ്പിക്കും. ഇസ്രായേലേ, നിന്നെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന സമയം വരാൻ പോവുകയാണിപ്പോൾ. അതിനാണ് യുദ്ധങ്ങള്. അറബികളല്ല വിഷയം, ഇസ്ലാമികളല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലേ, നീ തള്ളിക്കളഞ്ഞവനും ക്രൂശിച്ചവനുമായ യേശു ക്രിസ്തുവിനെ ഏറ്റുകൊള്ളാനുള്ള സമയമായി നിന്നെ കൊണ്ട് അവൻ അംഗീകരിപ്പിക്കും. അതിന് ചരിത്രം പിന്നെ നമുക്ക് തുറന്നു പറയാം. വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. പിന്നെ ഇനി അത് പ്രഭുവോ അവൻ പ്രഭുവായിരിക്കാൽ ഇനി അവൻ തുറക്കും. എപ്പോഴാ? 1000 വർഷ ഭരണത്തിന് വേണ്ടി ഒലിവുമലയിൽ കൂടെ ഇറങ്ങി വന്ന
കിഴക്കൻ വാതിൽ കൂടെ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ യെരുശലേം ആകെ മാറിപ്പോകും. അന്ന് വരെ യെരുശലേമിൽ നദിയില്ല, അവിടെ നദി ഉണ്ടാകും, ഉറവ് തുറക്കും, പല സംഭവങ്ങൾ, അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് യഹൂദന്മാരുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, യഹൂദന്മാർ അംഗീകരിക്കാത്ത മശിഹ, പക്ഷേ അവർ വഞ്ചിക്കപ്പെടാൻ പോവുകയാണെന്ന് പിന്നീട് പറയാം. ദൈവത്തിന് സ്തോത്രം. ആ മശിഹ തിരിച്ചു വരും. ആ മശിഹ തിരിച്ചു വന്ന് ഈ കിഴക്കൻ വാതിൽ കൂടെ തന്നെ പ്രവേശിക്കും. ഓഗസ്ത്യസ് രാജാവിൻ്റെ കാലത്തിൽ നാസറത്തിൽ താമസിച്ചിരുന്ന മറിയ താൻ കൺസീവായിരുന്ന കുഞ്ഞിനെയും കൊണ്ട് കഴുതപ്പുറത്ത് ഈ പെടാപാടുപെട്ട് ബെത്ലഹേമിലേക്ക് പോയതിൻ്റെ കാരണം എന്താ? ഓഗസ്തോസ് ചക്രവർത്തി ഈ കൽപ്പന പ്രവചിച്ചൊരു കാര്യം, അവൻ നസറത്തിൽ നിന്നല്ല ജനിക്കേണ്ടത്. മീഖായുടെ പുസ്തകം 5:2 വാക്യത്തിൽ വായിക്കുമ്പോൾ നീയോ ബെത്ലഹേം എഫ്രാത്തേ, വായിച്ചേ, നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപനായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കണം. നോക്കണം, അപ്പൊ ബെത്ലഹേമിൽ നിന്ന് യേശു ജനിക്കണമെന്നുള്ള ആ പ്രവചന നിവർത്തിക്കാൻ വേണ്ടിയാണ് അഗസ്ത്യോസ് ചക്രവർത്തി അവനവൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോണമെന്ന് പറയുന്നത്. ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി. അതുകൊണ്ടാണ് റോമൻ ചക്രവർത്തി തന്നെ കൽപ്പിച്ചു, അല്ല എന്താ പറഞ്ഞേ, അവനവൻ്റെ ദേശത്തേക്ക്. അപ്പോൾ ജോസഫിൻ്റെയും മറിയയുടെയൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ബെത്ലഹേമാണ്, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരില്ലേ. അങ്ങനെയാണ് അവർ ഈ കഷ്ടപ്പെട്ട് അവിടെ പോയി യേശു ബെത്ലഹേമിൽ ജനിച്ചു. എത്ര ക്ലിയർ ആയിരിക്കുന്നു ഇത്! വിശ്വസിക്കാൻ ഈ വചനം കേൾക്കുന്ന മറ്റു വിഭാഗക്കാരനെ കണ്ടു തുറക്കട്ടെ. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് നിങ്ങൾ കൊടുക്കുക, ആർക്കെവിടെയും കൊടുത്തു, ഷെയർ ചെയ്തു, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റു. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഈ ദിവസങ്ങളുള്ളത് ധൈര്യമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നീയോ ബെത്ലഹേം എഫ്രാത്തേ. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തു ജനിച്ചു. ഇസ്രായേലിൻ്റെ രാജ്യം 48 പ്രഖ്യാപിച്ചു. അതിനെ തകർക്കാൻ ഒരു അറബി രാജ്യത്തിനും സാധിക്കുകയില്ല. ഇനി ഇസ്ലാമിസ്റ്റുകൾ എല്ലാവരുടെ കൂടി യെരുശലേമിൽ ചെന്നാലും അവിടെ പറഞ്ഞത് നിവർത്തിക്കും. അതുകൊണ്ട് ഇതിനൊന്നും പോകാതിരിക്കുന്ന ബുദ്ധിമാന്മാർ, എന്നാലും മറ്റുള്ളവരെല്ലാം പോകും. അവർ മൂന്ന് വിഭാഗങ്ങളായി വരുമെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 48 ശേഷം 67 യുദ്ധത്തിൽ അവർ തിരിച്ചു പിടിച്ചു. അതിനുശേഷം 73 അതിലും പരാജയപ്പെട്ടു. 48 പരാജയപ്പെട്ടു, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ നോക്കി, നടന്നില്ല. 67 നടന്നില്ല. പിന്നെ അതിനുശേഷം പിന്നെ 73 അല്ല 58 67 67 73 ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു. യോബേൽ സംവത്സരം 2023 ആയപ്പോൾ ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം നോബൽ സംവത്സരമായിട്ട് മാറും. 50-ാം വർഷം കഴിയുമ്പോൾ അവർ ആലയം തിരിച്ചു വിട്ടണമെന്നാണ് വ്യവസ്ഥ. ആ ആലയത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ യുദ്ധത്തിൽ കിട്ടത്തില്ല, അടുത്തൊരാൾ വരും. ഇവർ പറയുന്ന ഇമാം മഹദി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരുത്തൻ വരും. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അപ്പോൾ അവൻ വരുമ്പോൾ ഈ ആലയത്തിലുള്ള പെർമിഷൻ കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് ബൈബിളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനു മുമ്പ് ഈ വ്യാപാര സംഘടനകൾ, നിങ്ങൾ വായിച്ച വാക്യം വീണ്ടും വരാം. ആദ്യം വായിച്ചില്ലേ, എന്താ? കിഴക്ക് നിന്നും വടക്ക് നിന്നും വായിച്ചേ, 3 രാജ്യങ്ങൾ. ഞാൻ എൻ്റെ മലകളെയൊക്കെയും വഴിയാക്കും, എൻ്റെ പെരുവഴി. നമുക്കറിയാം, ഞങ്ങൾ മുമ്പൊരിക്കൽ ഇവിടെ മധുര, നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ മധുരയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനും സിപ്പിച്ചനും 2 പേരൊക്കെ ഉണ്ട്, ചമ്പപ്പാറ സിപ്പിച്ചനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഡൽഹി വന്നു. ഒരാവശ്യം വന്നിട്ട് ഗോളിയർ വഴിയാണ് വരുന്നത്. ഒരു എക്സ്പ്രസ് ഹൈവേ കൂടെ വരുന്നത്. ആ എക്സ്പ്രസ് ഹൈവേ കണ്ടാൽ 20 അടി പൊക്കത്തിലൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കുന്നുകൾ ഇടിച്ച്, അങ്ങനെ മുഴു ലോകവും വലിയ ഹൈവേയുടെ പണി നടക്കുക. കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. എന്താ കാരണം? മശിഹ വന്ന് 1000 വർഷ ഭരണം നടക്കുമ്പോൾ ഇതെല്ലാം നല്ല സുതാര്യമായി മാറും. അതിനുവേണ്ടി ഇവർ തീക്ഷ്ണതയോടെ, നമ്മുടെ മോദിജിയും പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേലും എല്ലാം വളരെ കടഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്തിനാ? കർത്താവ് തന്നെ വിശുദ്ധന്മാരുമായി ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ ഇതെല്ലാം മനോഹരമായി കിടക്കണം. ബാക്കി ടെററിസ്റ്റുകളുടെ നഗരമെല്ലാം തകർക്കപ്പെടണം. എളിയ ജനങ്ങൾ അവിടെ ശേഷിക്കും. ഇരുമയാന്നുള്ള കണ്ടില്ലേ? 39 തോന്നുന്നില്ലേ? ഇസ്രായേലെ ക്യാപ്റ്റിവിറ്റി പോയെങ്കിലും യുദ്ധവീരന്മാരും മിടുക്കന്മാരും എല്ലാം പോയെങ്കിലും എളിയ ജനങ്ങൾ ആ ദേശത്തിൽ പാർക്കുന്നതായിട്ട് കാണുന്നു. എളിയ ജനങ്ങളെ ഇവിടെ വസിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. 39:10 വായിച്ചു. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ. അപ്പോൾ പെന്തിക്കോസുകാരും ആത്മാവിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യത്തിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭൂമിയെ, ഇന്ന് ഈ ഭൂമിക്ക് വേണ്ടി അധ്വാനിക്കുന്ന
നേതാക്കന്മാരെല്ലാം അടിച്ചു തല്ലി താകുമ്പോൾ അതാത് വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിലും ഹിന്ദുവിലും അല്ലെങ്കിൽ യഹൂദയിലും ക്രിസ്ത്യാനികളിലും എളിയ ജനം അവർ ഇതിനെ അവകാശമാക്കും. അപ്പം വായിക്കാം. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസറദാൻ യഹൂദാദേശത്ത് പാർപ്പിച്ചു. അവർക്ക് അന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു. അവരിതിനൊക്കെ അനുഭവിക്കും. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നതിന് മതത്തിന് വേണ്ടി കുസ്തി പിടിക്കുന്നതിന് അടിച്ചു തല്ലി ചാകുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എളിയ ജനങ്ങൾ എല്ലാത്തിലും അവശേഷിക്കും. അതാണ് യെശയ്യാ 14:30-32 വായിച്ച്. യെശയ്യാ 14-ാം അധ്യായം 30-32. ഇതിനകത്ത് ആത്മീയവശമുണ്ട്, ഭൗമികവശമുണ്ട്. ഇപ്പം ഞാൻ ഇസ്രായേലിനെ ബേസ് ചെയ്താണ് പറയുന്നത്. വായിക്കാം. ദരിദ്രരും തലപ്പിള്ളകൾ. മലയാളത്തിൽ വായിച്ച്. എളിയവരുടെ ആദ്യജാതന്മാർ മേയും. പൗലോസ് ഞങ്ങൾ ലോകത്തിൽ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. എളിയവരുടെ ആദ്യജാതന്മാർ. 30 32 വായിച്ച്. ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ ജാതികളുടെ ദൂതന്മാർ കിട്ടുന്ന മറുപടിയോ യഹോവ സിയോനെ നമുക്കുള്ളതാണ്. ആ വചനം നമുക്കുള്ളതാണ്. യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ അവന്റെ ജനത്തിലെ അരിഷ്ടന്മാർ പൂർ ഓഫ് ഹിസ് പീപ്പിൾ. അവരുടെ വിശ്വാസികൾ വേലക്കാൽ ഏറ്റവും ദരിദ്രരായി ഒന്നുമില്ലാത്തവരായി ലോകത്ത് ജീവിച്ച വിശുദ്ധന്മാർ അതിനെ കൈവശം. മൈകാട പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ വൃതന്മാർ ആ പർവ്വതത്തെ കൈവശമാക്കും. അതാണ് വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ കാണുന്ന 144,000 പേർ. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ അവസാന കാലം വരെയും കാഹളം നിൽക്കുന്നോടം വരെയും ലോകത്തൊന്നുമില്ലാതെ എളിയവരായി ദരിദ്രരായി വിശുദ്ധന്മാരായി ജീവിച്ച ആ ജനങ്ങൾ അവർ കൈവശമാക്കാൻ പോവുകയാണ്. ലിറ്ററലി ഇസ്രായേൽ ദേശവും എളിയവരായ മനുഷ്യർ എല്ലാ വിഭാഗത്തിൽ നിന്നും അവരും കൈവശമാക്കുന്ന കാലം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ രാജ്യങ്ങളെ 3 ശരിയായി തിരിയണം. വായിച്ച് കിഴക്കുനിന്നും യെശയ്യാ 49. ഞാൻ എന്റെ മലകളെയൊക്കെയും വഴിയാക്കും, എന്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും. പെരുവഴികൾ, ഹൈവേ എല്ലാം ലെവലിൽ വരാൻ പോവുകയാണ്. പിന്നെ മാർബാടും കോണലുമായ വായിച്ച്. ഇതാ ഇവർ ദൂരത്തു നിന്ന്, ഇവർ വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും. ദൂരത്ത് നിന്ന് വടക്ക് നിന്ന് ആരാ? സിറിയ, പിന്നെ ഉക്രൈനിൽ കൂടി വരുന്ന റഷ്യയാണ്. റഷ്യയും പേർഷ്യയും അതെല്ലാം മറ്റൊരു സബ്ജക്റ്റാണ് കേട്ടോ, അത് പിന്നീട് പറയാം. അപ്പോൾ വടക്ക് നിന്ന് വരുന്ന റഷ്യയുടെ നേതൃത്വത്തിൽ എസെക്കിയേൽ 38-39 വരുന്ന രാജ്യങ്ങളെല്ലാം ചേർന്ന് ഉക്രൈനിൽ കൂടെ വരണം. സിറിയ ദേശത്തിൽ കൂടെ വരണമെങ്കിൽ ഉക്രൈൻ അനുകൂലമല്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ റഷ്യ കയറി അടിച്ചത്. റഷ്യയ്ക്ക് ഈ 38-39 അധ്യായം നിറവേറണമെങ്കിൽ ഈ സേനകളെ നയിച്ചുകൊണ്ട് 60 ലക്ഷം, നോക്കണം, 60,000 അല്ലേ, 60,000 വരെയാണ് ഉക്രൈനിലേക്ക് വിട്ടത് ഇപ്പം. അപ്പോൾ ഉക്രൈനിൽ കൂടി മാത്രമേ സിറിയയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. സിറിയയുടെ ബോർഡറാണ് ഉക്രൈൻ. അപ്പോൾ അതിൽ കൂടി പ്രവേശിക്കണമെങ്കിൽ ഉക്രൈനെ കിട്ടണം. മാത്രമല്ല ഉക്രൈനിലുള്ള സമ്പത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് വിളയുന്ന അവിടെയാണ്. അവിടുത്തെ നദിയിലെ നല്ല വെള്ളം, പിന്നെ അവിടുത്തെ മറ്റു ചില കാര്യങ്ങളൊക്കെ കണ്ണുവെച്ചുകൊണ്ടാണ് റഷ്യയെ ആവശ്യമില്ലാതെ ഒരു കാരണമില്ലാതെ ഉക്രൈനെ ആക്രമിച്ച് അത് അവകാശമാക്കിക്കൊണ്ട് സിറിയയോട് ചേർന്ന് അവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ്റെ ചില താവളങ്ങളെ സിറിയയിൽ അടിച്ച് തകർക്കുന്നത്. ഇവർ 3 ചേരിയാണ്. അമേരിക്ക ഒരു ചേരി, റഷ്യ ഒരു ചേരി, ചൈന ഒരു ചേരി. അതാണ് വടക്ക് നിന്നും. വായിക്കാം. മലയാളം വായിച്ചു. ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സിനീം ദേശത്ത് അതിന് തമിഴ് വായിച്ചു. 3 ദേശങ്ങളിൽ നിന്ന് വൈര് ആ സൗകര്യ വായിക്കട്ടെ. അതിൽ ആദ്യം വായിച്ചു വൈര്. എല്ലാവർക്കും അവസരം കൊടുക്കാം. വടക്കിരുന്നും മേർക്കിലിരുന്നും വരുവാറുകൾ. സീനയം ദേശം നോക്കണം. ഒരു കൂട്ടരെ വടക്ക് നിന്ന് വരും, ഒരു കൂട്ടർ മേർക്കാരാ. 38-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ തർശീശ് വർത്തകന്മാരും ശേബയും ദേദാനും. ആ വാക്യം ഒന്ന് വായിച്ചു. ശേബയും ദേദാനും തർശീശ് വർത്തകന്മാരും. 38:13. ശെബയും ദേദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ശെബയും ദേദാൻ എന്നൊക്കെ പറയുന്നത് സൗദി അറേബ്യയും പിന്നെ അതിനുശേഷം യമൻ, ഒമൻ രാജ്യങ്ങൾ, അങ്ങനെ കുറേ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഈ അമേരിക്കയുടെ പക്ഷത്തേക്കും സൗദിയും UAE കണ്ടിട്ടില്ലേ? ഏബ്രഹാം അക്കോർഡെന്ന് പറഞ്ഞ് 2020 അവർ ഇസ്രായേലുമായിട്ട് നിയമിച്ചു. അങ്ങനെയാണ് ഫ്ലൈറ്റ് പോകാൻ തുടങ്ങി, എംബസി ആരംഭിച്ചു, വ്യാപാരം ആരംഭിച്ചു. സൗദി അറേബ്യ,
UAE, പിന്നെ ഒമൻ്റെ മസ്കറ്റിലെ ഭാഗങ്ങൾ, ഇതെല്ലാം ഇസ്രായേലിനോട് അനുകൂലമായി വരികയാണ്. അതാണിപ്പോൾ ഇവർ കുസ്തി പിടിക്കുന്നത്. അതിനോട് ചേർന്ന് തർശീശ് വർത്തകന്മാർ വായിച്ചേ, തർശീശ് വർത്തകന്മാരും സെബയും ദേദാനും തർശീശ് വർത്തകന്മാരും. തർശീശ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഒരു പേരുമാണ്. ഇംഗ്ലണ്ടുകാരെ നോക്കുമ്പോൾ തുർക്കി ദേശത്ത് നിന്ന് കുടിയേറി പാർത്തവരുടെ സമൂഹത്തെയാണ് ഈ തർശീശ് എന്ന് പറയുന്നത്. അവർ ഈ ഇരുമ്പ് കൊണ്ടും ടിന്നു കൊണ്ടൊക്കെ വേല ചെയ്യുന്നവരെയാണ്. ടിൻ രാജ്യം എന്നാണ്. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ടിൻ്റെ പര്യായം പറയുന്നുണ്ട്. അങ്ങനെ ആ ബ്രിട്ടനും അവൻ്റെ അനുയായികളും ആരൊക്കെയാണ്? ബ്രിട്ടീഷ് കോളനി, അയർലൻഡ്, പിന്നെ ഓസ്ട്രേലിയ, അമേരിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം പടിഞ്ഞാറൻ സെക്ഷൻ, സൗദി അറേബ്യ, ഇതെല്ലാം മറ്റൊരു. ഇനി സീനിയൻ ദേശം എന്ന് പറഞ്ഞാൽ എന്തുവാ? വായിച്ചേ. മൂന്നാമത് സീനിയൻ ദേശവും അത് വായിച്ചേ. ഇവർ സീനിയൻ ദേശത്ത് നിന്നും വരുന്നു. സീനിയൻ ദേശത്ത് കിഴക്കൻ രാജ്യമാണ് ചൈന. ചൈനയുടെ പഴയ ശീനപ്പരണി എന്ന് കേട്ടിട്ടില്ലയോ? പണ്ട് കാലത്ത് അമ്മച്ചിമാരുമല്ലേ ശീനപ്പരണി. അപ്പോൾ സീനിയൻ ദേശം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അപ്പം 3 ശക്തികളായിട്ട് ലോകത്തിൽ ഇസ്രായേൽ നേരെ വരാൻ പോവുകയാണ്. കിഴക്കൻ രാജ്യങ്ങൾ, ഒന്ന് വടക്കൻ രാജ്യങ്ങൾ, അത് അടുത്തൊരു ക്ലാസ് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മൂന്നാമതായിട്ട് സിനിയൻ ദേശം എന്ന് പറഞ്ഞാൽ അത് ചൈനയാണ്. അപ്പോൾ ചൈനയും വരാൻ പോവുകയാണ്. കിഴക്കൻ രാജ്യങ്ങളെ വെളിപ്പാട് ദിവസം 16-ാം അധ്യായം വായിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോവുകയാണ്. ആർക്ക് വേണ്ടി? കിഴക്കൻ രാജ്യങ്ങൾ വരികയാണ്. വായിക്കാം. ജപ്പാൻ, ഇന്ത്യ, ചൈന, ഇതെല്ലാം ചേർന്ന് ഒരു സംഘമായിട്ട് വരും. വായിക്കാം. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ ആരാ? സിനിയൻ ദേശം, ജപ്പാൻ, ഇന്ത്യയും ചൈനയൊക്കെ ആയിട്ട് ഇപ്പം അടിഞ്ഞു കിടക്കുന്നെങ്കിലും അവസാനം ഇവരെല്ലാം ഒന്നിക്കും. കാരണം കിഴക്കൻ രാജ്യം പറയും നമുക്ക് വേണം യെരുശലേം, നമുക്ക് വേണം യെരുശലേം. കിട്ടുന്നവർക്ക് ഇനി ലോകം ഭരിക്കാനൊക്കത്തുള്ളൊരു നിയമം വരിക ഇപ്പം. കാരണം അവിടെയാണ് ഈ സമൃദ്ധി മുഴുവൻ കിടക്കുന്നത്. ചെങ്കടലിൽ കിടക്കുന്ന സമൃദ്ധി മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മോദിയൊക്കെ ഇസ്രായേലിനോട് അനുകൂലമാണെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ജപ്പാൻ, ഇന്ത്യ, ചൈന എല്ലാം കൂടെ ഒറ്റ രാജ്യമായിട്ട് ഈ സിനിയൻ ദേശത്തിൻ്റെ കെയർ ഓഫ് വരും. ഇന്ത്യ ചൈനയ്ക്ക് കീഴ്പ്പെടേണ്ടതായിട്ട് വരും. ഇവരെല്ലാം ഐക്യം വരും. അങ്ങനെ സിനിയൻ ദേശവും കിഴക്കൻ രാജാക്കന്മാർ വരും. വടക്ക് റഷ്യ, ഉക്രൈൻ, പേർഷ്യ, ലിബിയ, ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇങ്ങനെ വരും. അപ്പോൾ അമേരിക്കയും കൂട്ടരും അവർ വേറെ സഖ്യമായിട്ട്. പക്ഷേ അമേരിക്കയുടെ പവർ കുറഞ്ഞു പോകും. ഇനിയാണ് 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നു. അതിനുശേഷം അർമദോൻ യുദ്ധം, പിന്നീട് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം പ്രിയരെ, ഇനി അധിക പരിപാടിയൊന്നും നടക്കാൻ പോകണ്ട. വലിയ ബംഗ്ലാവിനും വലിയ പദ്ധതിക്കൊന്നും പോകണ്ട. ഉള്ള സമയം വിശദീകരണം പ്രാപിച്ച് വേഗം വരുന്ന യേശുവിനോട് എതിരേൽക്കുവാൻ നമ്മുടെ യേശു വരാറായി. നമുക്കൊരു ദിവസം കണ്ടടയ്ക്കാം, മുട്ടുമേരിക്കുക. ആമേൻ. കർത്താവേ വേഗം വരണമെന്ന് പറയുക. യേശു വരാറായി. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി പരിശോധനയും ശോധനകളൊക്കെ നമുക്കുണ്ട്. ഒരു മരുഭൂമിയുടെ അനുഭവം നമുക്കുണ്ടാകും. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഒരു മരുഭൂമിയുടെ അനുഭവം നമുക്കുണ്ടാകും പ്രിയരേ. കാരണം എന്താ? 2 കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സഭ മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പ്രിയന്മേ ചാരി വരുന്ന ഇവൾ വായിച്ച വാക്യം 8-ാം അധ്യായം വായിച്ചേ. മരുഭൂമിയിൽ നിന്ന് പ്രിയന്മേ ചാരി വരുന്ന ഇവളാർ. 8-ലല്ലേ? ആരാ? സഭ. 8-5 വായിക്കാം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവൾ അപ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ കാണുന്ന സഭയുടെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും എങ്ങോട്ട് പോകാൻ പോകുന്നു? മരുഭൂമിയിലേക്ക് പോകാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചേ. 6-5 സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. നോക്കണം. 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന്. അപ്പോൾ 2 കാര്യം ഓർത്തോണം. ഇന്ന് മരുഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെട്ട് ക്രിസ്തുവിൻ്റെ മാർഗ്ഗം ചാരിക്കൊണ്ട് ക്രിസ്തുവായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾ, വേലക്കാർ മരുഭൂമിയിൽ നിന്ന് പ്രിയന്മേൽ ചാരിക്കൊണ്ട് വരികയാണ്. എന്നാൽ ഇന്ന് സുഖലോകന്മാരായി, തന്നിഷ്ടക്കാരായി, തൻ്റെ അടികളായി, സാമർഥ്യമുള്ളവരായി, അഹങ്കാരികളായി, നിങ്ങളായി ജീവിക്കുന്ന വിശ്വാസികൾ, മേലക്കാരും എന്ത് സംഭവിക്കും? 12-5-6 വീണ്ടും വായിച്ചേ. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാനുള്ളവരാണ്. 6-ാം വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. പ്രിയ സഹോദര സഹോദരി, നിനക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോണമോ?
അതോ ഇപ്പോൾ ചില ഞെരുക്കങ്ങൾ കഷ്ടങ്ങൾ കൂടി മരുഭൂമിയിൽ നിന്ന് പ്രിയമേ ചാരി പോകണമോ തീരുമാനിക്കുക. ഒരു നിമിഷം തീരുമാനിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മരുവിൽ യേശു കൂടെയുള്ളതിനാൽ ഭയപ്പെടില്ല, എല്ലാം കലങ്ങുകയില്ല ഞാൻ. ഈ കൂടെയുള്ളതിനാൽ എല്ലാം കലങ്ങുകയില്ല ഞാൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ങി നടത്തിടുന്നു, അണച്ചിടുന്നു തൻ്റെ തിരുമാർവിൽ. തൻ്റെ താങ്ങി നടത്തിടുന്നു, അണച്ചിടുന്നു തൻ്റെ തിരുമാർവിൽ. ഈ മരുവിൽ യേശു കൂടെയുള്ളതിനാൽ ഭയപ്പെടില്ല, എല്ലാം കലങ്ങുകയില്ല ഞാൻ. ഈ മരുവിൽ യേശു കൂടെയുള്ളതിനാൽ ഭയപ്പെടില്ല, എല്ലാം കലങ്ങുകയില്ല ഞാൻ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടു ഞാൻ, ആത്മാവിൻ ഐക്യത്തിൽ വളർന്നിടുവതിനാൽ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടോരായി, ആത്മാവിൻ ഐക്യത്തിൽ വളർന്നിടുവതിനാൽ. വീതിയും നീളവും ഉയരവും ആഴവും വിശുദ്ധരോടൊത്തു ഗ്രഹിച്ചിടുന്നു. വീതിയും നീളവും ഉയരവും ആഴവും വിശുദ്ധരോടൊത്തു ഗ്രഹിച്ചിടുന്നു. ഈ മരുവിൽ യേശു കൂടെയുള്ളതിനാൽ ഭയപ്പെടില്ല, ആമേൻ. എല്ലാം കലങ്ങുകയില്ല. ഹല്ലേലൂയ. യേശു കൂടെയുള്ളതിനാൽ ഭയപ്പെടില്ല, എല്ലാം കലങ്ങുകയില്ല ഞാൻ. ഈ മരുവിൽ യേശു കൂടെയുള്ളതിനാൽ ആമേൻ. ഹല്ലേലൂയ.